ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടോട്ടൽ ചാപ്റ്ററിന്റെ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഏത് പോർഷൻ ആയിക്കോട്ടെ, ക്ലിയർ ചെയ്ത് പോവാം. മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ടോപ്പിക്കോ, കണ്ടന്റോ, ക്വസ്റ്റ്യനോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇന്ന് മെയിനായിട്ട് ഡി ആൻഡ് എഫ് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്, ഈ രണ്ട് ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇനി നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് അല്ലേ, അന്ന് വീഡിയോ ഇവിടെ ചെയ്തു എല്ലാവരും. 14 പേരാണ് ചെയ്തത്. ബാക്കി ആൾക്കാർ എന്തായാലും ചെയ്യണം, ഒന്ന് ഓർപ്പിച്ചേക്കാം കേട്ടോ. ഓക്കെ. ദെൻ ആ കണ്ടന്റുകൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, റീക്യാപ്പ് ചെയ്യണം, ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. മെയിൻ ആയിട്ട് അത് ഇങ്ങനെ ടച്ച് ചെയ്ത് നിർത്തണം. അതിന്റെ ഇടയിൽ കണ്ടമാനം ക്വസ്റ്റ്യൻസുകൾ ഫില്ല് ചെയ്ത് പോവാം കേട്ടോ. ഡി ആൻഡ് എഫിലേക്ക് വരാം. ഡി ആൻഡ് എഫില് ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. സ്കാൻഡിയം ടു എവിടെ വരെ പഠിക്കണം? സിങ്ക് വരെ കേട്ടോ. ഓക്കെ, മറക്കരുത്. സ്കാൻഡിയം ഫസ്റ്റ്. പിന്നെന്തായിരുന്നു? ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, പിന്നെന്തായിരുന്നു? കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ. അപ്പോ ഡി ആൻഡ് എഫ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഇവിടെയും വരെ അൾട്രാ ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിയണം. ഇപ്പൊ ചോദിക്കും എല്ലാവരും. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇതില് രണ്ട് ഫാമിലി നന്നായിട്ട് അറിയണം. ഏത് ഫാമിലി ആയിരുന്നു അത്? ഒന്ന് ക്രോമിയം ഫാമിലി. ക്രോമിയത്തിന്റെ തൊട്ട് താഴെ ആരാ? പറയ്. മോളിബ്ഡിനം. വെരി ഗുഡ്. ദെൻ തൊട്ട് താഴെ ടങ്സ്റ്റൺ. ദെൻ കോപ്പറിന്റെ താഴെ ആരായിരുന്നു? സിൽവർ, Ag ആൻഡ് Au, ഗോൾഡ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. സിംഗിന്റെ തൊട്ട് താഴെ കാഡ്മിയം, ദെൻ Hg, മെർക്കുറി. അപ്പോ ഇത്രയാണ് ഇതില് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ. മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്തു തുടങ്ങിയോ? മൾട്ടിപ്പിൾ ചോയ്സ് അസൈൻ ചെയ്തോ? ആ കേട്ടോ. ഓർത്തൊക്കെ ചെയ്യണം. നമുക്ക് ഈ സാറ്റർഡേ വരെയുള്ളത് ഞാൻ അസൈൻ ചെയ്ത്, ഇന്നിപ്പോ ഇരുന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഐശ്വര്യ ചെയ്തു വരണം അല്ലേ? ഒരു പേപ്പർ ചെയ്തില്ല മോൻ? ഓക്കെ. ബാക്കി ആൾക്കാർ ചെയ്യണം. 8 പേരോ 10 പേരോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ബാക്കി ആൾക്കാർ എന്തായാലും അറ്റൻഡ് ചെയ്യണം. എപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മനസ്സിലായി? എത്ര ഇപ്പോ നമ്മൾ ഹാലോ ആൽക്കെയിൻ വരെയുള്ള ചാപ്റ്റർ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്തോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് എടുക്കുക. നിങ്ങൾ പഠിച്ച ഒരു കൺസെപ്റ്റ് ഒന്ന് ഫേസ് ചെയ്യുക കേട്ടോ. ഓർത്തോക്കാം. ഒന്ന് ഫേസ് ചെയ്യുക. അങ്ങനെ നിങ്ങളത് ഫേസ് ചെയ്യണം കേട്ടോ. ഓക്കെ. അത് കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആൻസേഴ്സ് ഒക്കെ ഒരുമിച്ച് അയച്ചുതരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് കഴിയണം കേട്ടോ. ഓർത്തോക്കാം. ക്വസ്റ്റിന്റെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാ. ഓക്കെ. ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാ. മറക്കരുത് കേട്ടോ. Then next, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്കാൻഡിയത്തെ എന്തായിരുന്നു? 4s2 3d1. അടുത്ത ടൈറ്റാനിയം 4s2 3d2. Then അടുത്ത എന്തായിരുന്നു? വനേഡിയം 4s2 3d3. Then ക്രോമിയം എക്സെപ്ഷൻ ആണ് അല്ലെ? ക്രോമിയം എക്സെപ്ഷൻ ആണ്. 4s1 3d5. ഉണ്ടോ? ഓക്കെ. അപ്പോ അറ്റോമിക് നമ്പർ 21 d1, 22 d2, 23 d3. കണ്ടോ? അങ്ങനെ ഓർത്ത് നോക്കണം. ദെൻ 24 മാത്രം എക്സെപ്ഷൻ ആണ്. അത് ഇങ്ങനെ ഒന്ന് പഠിക്കുക. SC എന്ന് പറയുന്ന ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് ജമ്പ് ചെയ്ത് അല്ലെ? ഹാഫ് ഫിൽഡായ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലെ? സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ മാംഗനീസ് എന്തായിരുന്നു? ഈ ഫാമിലി 4s2 3d5. ദെൻ നെക്സ്റ്റ് അയേൺ എന്തായിരുന്നു? അയേൺ 4s2 3d6 അല്ലെ? അയേൺ എത്തുമ്പോ 4s2 3d6. Then cobalt 4s2 3d7. Then nickel 4s2 3d8. Then ഇവിടെ എത്തുമ്പോ എക്സെപ്ഷൻ ആണ്. എന്തായിരുന്നു? 4s1 3d10. Then ഈ ഫാമിലി വരുന്ന സമയത്ത് 4s2 3d10. ഓർത്തോ. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിലെ 11 ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 11 ടോപ്പിക്കുകൾ നമ്മൾ എഴുതിയത് ഈ
ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് അൾട്രാ ക്ലിയർ ആയിരിക്കണം. ഇത് അൾട്രാ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ പറയും? കാഡ്മിയം ഇത് 4:3D10 ആണെങ്കിൽ ഒരു നമ്പറും കൂട്ടിയാൽ മതി. അപ്പൊ എന്താവും? 5:4D10. അതാണ് കാഡ്മിയം. ഇനി മെർക്കുറി എന്തായിരിക്കും പറഞ്ഞത്? ഒരു നമ്പർ കുറയ്ക്കുക. 5D10 ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഇത് 3D10, ഇതെന്താ 4D10, 5D10 അങ്ങനെ പഠിച്ചാൽ മതി. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇതെന്തായിരുന്നു? 3D10. ഇതെന്തായിരിക്കും? 4D10. ഇതെന്തായിരിക്കും? 5D10. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ പാസ്റ്റ് ഇയറും ഇത്രയും കണ്ടന്റ് ഉള്ളൂ. ഇത് കണ്ടന്റ് വെച്ചിട്ട് പാസ്റ്റ് ഇയറിൽ ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി എന്തിനാണ് ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്? അടുത്തൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡി ബ്ലോക്സ് അറിയാലോ. ഡിക്ക് എത്ര ബോക്സസ് ഉണ്ട്? ഇതിനെന്താ വിളിക്കുക? ഒരു ബോക്സിന് ഓർബിറ്റൽ. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ 1 2 3 4 5 ഓർബിറ്റൽ ഉണ്ട്. D1 എത്ര അൺപെയ്ഡ് ഉണ്ട്? അല്ലെ, പേരല്ലല്ലോ ഇത്, ഒറ്റക്കല്ലേ? ഒറ്റക്ക് വന്ന അൺപെയ്ഡ്. ഇതിന് 1 അൺപെയ്ഡ് ഉണ്ട്. അപ്പൊ സ്കാൻഡിയം 1 അൺപെയ്ഡ്. ദെൻ ടൈറ്റാനിയം എത്ര അൺപെയ്ഡ് വരും? 2. വനേഡിയം എത്ര വരും? നോക്കിയേ, 3. ദെൻ ക്രോമിയം എത്രയുണ്ട് ടോട്ടൽ? 5. ഉണ്ടോ? ഓർത്ത് നോക്കാം. 5. അപ്പൊ 5 ഡിയിൽ മാത്രം നോക്കുകയുള്ളൂ. ദെൻ മാംഗനീസ് എത്രയുണ്ട്? D5. കണ്ടോ? അപ്പൊ എന്താ ഇവിടെയും 5. അയൺ എത്ര അൺപെയ്ഡ് ഉണ്ട്? ഇവിടെ ഒരെണ്ണം വരും, പെയറായി. കണ്ടോ? ഇവിടെ പെയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെയറായി അല്ലെ? ബാക്കി എത്രയുണ്ട്? 1 2 3 4. അപ്പൊ ഇവിടെ 4 ആയി. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, കൊബാൾട്ട് 3. കണ്ടോ? ഓർത്ത് നോക്കുക. 3. ദെൻ നിക്കൽ 28 എത്രയായിരുന്നു? 2. ദെൻ നെക്സ്റ്റ് അവിടെ എത്തുമ്പോൾ 10 ആയി. കണ്ടോ? ഓർത്ത് നോക്കുക. അത് കംപ്ലീറ്റ്ലി ഫിൽ ആയി. അപ്പൊ എന്താ? 0 0. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അൺപെയ്ഡ് ഇലക്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. അൺപെയ്ഡ് അപ്പൊ ഏറ്റവും ഹയസ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആരൊക്കെ വരും? ക്രോമിയം ആൻഡ് മാംഗനീസ്. കണ്ടോ? ഓർത്ത് നോക്കുക. ഇനി അൺപെയ്ഡ് കൂടിയാൽ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി ഇതെല്ലാം കൂടും. അപ്പൊ ആർക്കാ ഹൈ? ഇവിടെ വരും. ക്വസ്റ്റൻ എങ്ങനെ വരും? കൊബാൾട്ട് ആൻഡ് സിങ്ക് വിച്ച് ഈസ് മോർ ആറ്റമൈസേഷൻ എന്താൽപ്പി ആൻഡ് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൊബാൾട്ട്. ഓക്കെ, അപ്പൊ ഈ ഫ്രെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ടോപ്പിക്കുകളിലെ കുറച്ച് കൺസെപ്റ്റുകളാണ്. ഇനി കളർലെസ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ എലമെന്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും? സിങ്ക്. കണ്ടോ? ഓർത്ത് നോക്കുക അല്ലെ? ഡി ബ്ലോക്ക് ആണ് ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് ചോദിച്ചത് അല്ലെ? കോപ്പർ പറയാം. കോപ്പറില് എന്താണ്? +1 ഓക്സിഡേഷൻ. +2 വന്നാൽ എന്ത് പറ്റും? ഡിന്ന് 2 ഇലക്ട്രോൺ പോകും അല്ലെ? ഓക്കെ, ഡിന്ന് 2 ഇലക്ട്രോൺ വന്നാൽ ഒരു അൺപെയ്ഡ് വരും. കണ്ടോ? ഓർത്ത് നോക്കുക. ഇത് കംപ്ലീറ്റ്ലി ഫിൽ അല്ലേ? +1 എന്ന് പറഞ്ഞാൽ SC എന്ന് മാത്രം റിമൂവ് ചെയ്യുള്ളൂ. ഉണ്ടോ? SC ഒരെണ്ണമുണ്ട്. +2 എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് റിമൂവ് ചെയ്യും? ഡിന്ന് റിമൂവ് ചെയ്യും. കേട്ടോ? ഓർത്ത് നോക്കാം. അതാ മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരു ക്വസ്റ്റൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? കേട്ടോ? ഓർത്ത് നോക്കാം. കോപ്പർ +1, കോപ്പർ +2 അതൊക്കെ ഓപ്ഷനിലുണ്ട്. വിച്ച് ഈസ് കളേർഡ് അയോൺ. കേട്ടോ? ഓർത്ത് നോക്കാം. എന്നിട്ട് കുറെ കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടാണ് അറിയാം. കോപ്പർ +1 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? കളറല്ല. +2 എന്ന് പറഞ്ഞാൽ കളേർഡ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പോ ഇതെല്ലാം ഇതിന്റെ പൊസിഷൻ ആൻഡ് ദിസ് വെച്ചിട്ടാണ് കണ്ടെത്തുക. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ടങ്സ്റ്റൺ. W എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദ റീസൺ അങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? ടങ്സ്റ്റൺ എക്സിസ്റ്റ് ഇൻ എ മിഡിൽ ഓഫ് ദി ഡി ബ്ലോക്ക്. മിഡിൽ അല്ലേ? ദെൻ എത്ര അൺപെയ്ഡ് ഉണ്ട്? 5. ഉണ്ടോ? ഓർത്ത് നോക്കുക. ഈ ഗ്രൂപ്പാണ്. അപ്പൊ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ടങ്സ്റ്റൺ. സോ എന്തായിരിക്കും? ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ് ആൻഡ് എന്ത് ഇൻക്രീസ് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. കേട്ടോ? ഓർത്ത് നോക്കാം. ദെൻ ഫസ്റ്റ് ഇവിടെ നോട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഫുള്ള് ഇവിടെ ഒറ്റ സ്റ്റേജിൽ പറയണം. അൺപെയ്ഡ് ഇലക്ട്രോണും പറയണം. കേട്ടോ? ഓക്കെ, വേഗം പറഞ്ഞു. സ്കാൻഡിയം, അടുത്ത പറയാം. ടൈറ്റാനിയം ഓർഡറിൽ പറഞ്ഞാൽ മതി. വനേഡിയം, സിങ്ക്. ഇതിൽ നോക്കിയേക്കണം. ഷഫിൾ ചെയ്ത് ഞാനൊരു കോമ്പൗണ്ട് ചോദിക്കുമ്പോൾ അതിന്റെ അൺപെയ്ഡും പറയാൻ പറ്റണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പറയാൻ പറ്റണം. കേട്ടോ? ഓർത്ത് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് തരാം. Mn+3 നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഒന്നും എഴുതാതെ പറയാൻ പറ്റണം. പെട്ടെന്ന് ഇത് പഠിച്ചിട്ട് കിട്ടും. Mn+3 എന്ന് പറയുമ്പോൾ 4:3D5 +3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? SC ന്ന് 2 എണ്ണം പോവും, D എന്ന് 1 എണ്ണം പോവും. അപ്പൊ എന്താ? കണ്ടോ? 4:2 കണ്ടോ? 4:3D5 കണ്ടോ? 4:3D5 +3 എത്ര പോവും? ആദ്യം എവിടെ നിന്ന് കളയണം? SC ന്ന് 2 എണ്ണം പോയി, D ന്ന് 1 എണ്ണം പോയി.
അപ്പൊ ഇപ്പൊ എത്രയുണ്ട്? 4. അത് പറഞ്ഞ എളുപ്പമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയായിരിക്കില്ല. കൊബാൾട്ട് +3 and +2 വിച്ച് ഈസ് മോർ അൺപെയർഡ് ഇലക്ട്രോൺ ആൻഡ് എക്സ്പ്ലെയിൻ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോ എങ്ങനെയായിരിക്കും? വിച്ച് ഈസ് മോർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, വിച്ച് ഈസ് മോർ ബെറ്റർ കളേർഡ് ഓപ്ഷൻ, അങ്ങനെ ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ റെഡി ആയിരിക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. വേഗം നോക്കിയോ. ദെൻ നെക്സ്റ്റ് പറഞ്ഞു ഡി ബ്ലോക്ക് കേട്ടോ. ഇത്രയും ഫുൾ അതാ പറഞ്ഞുകൊണ്ടിരുന്നേ. വേഗം പറയണം കേട്ടോ. കൂളായിട്ട് മതി കേട്ടോ. ഓക്കെ. സ്കാൻഡിയം, ടൈറ്റാനിയം, മാംഗനീസ്, അയൺ, സിങ്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? സിങ്ക്. തന്നെ ഫാമിലി കൂടി പറയണം. ക്രോമിയം ഫാമിലി ആരൊക്കെ ഉണ്ട്? then copper family, then last of the zinc family, mercury, then paper, cobalt, zinc. Then electronic configuration ഒന്നും കൂടി സ്ട്രെച്ച് ആക്കണം കേട്ടോ. ഓർത്തുക. അത് സെക്കൻഡ് ലെവലിൽ വരുള്ളൂ. എന്നിട്ട് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ. ലക്ഷ്മി പറഞ്ഞു മനെ. സ്കാൻഡിയം, നിക്കൽ, സിങ്ക്. ഐശ്വര്യ മനെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു മനെ. സ്കാൻഡിയം, വനേഡിയം, മാംഗനീസ്, അയൺ, നിക്കൽ, കോപ്പർ, സിങ്ക് കേട്ടോ. ഓക്കെ, പേടിക്കണ്ട. ഒന്നുകൂടി നോക്കണം. ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ ഒരാളുണ്ടായോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് തരാം. അവന് അതിശയ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. എന്നിട്ട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞേ. പറഞ്ഞു കേട്ടോ. കോപ്പർ, സിങ്ക് കേട്ടോ. ഓക്കെ, ഗുഡ്. ദെൻ ഇവിടെയും വരെയായി. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഒന്നും കൂടി ഷാർപ്പാക്കാനുണ്ട് നമുക്ക്. ഇതിലെ ക്വസ്റ്റ്യൻസുകളാണ്. പാസ്റ്റ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവാം കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും. ഇതിൽ കണക്ട് ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇതിൽ എത്ര ടോപ്പിക് ഉണ്ടായിരുന്നു ആദ്യം D&F പറഞ്ഞ സമയത്ത്? ടോപ്പിക് ഓർഡറിൽ പറഞ്ഞ സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നും ഉണ്ടായിരുന്നാണ്. 3 പേരുണ്ട് ആക്ച്വലി. വേഗം പറഞ്ഞു. ടോപ്പിക്കിൽ D&F ഫസ്റ്റ് ഞാൻ തുടങ്ങി തരാം. ട്രാൻസിഷൻ എലമെന്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പൊട്ടൻഷ്യൽ, അതിന്റെ ഇടയിൽ ഒരു അയണൈസേഷൻ എന്തായാലും ഉണ്ട്, സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളർ, ഇല്ല ഇവിടെ ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് പറഞ്ഞുകൂടിയുണ്ട്. അലോയ് ഫോർമേഷൻ ഉണ്ടോ? കറക്റ്റ് ഓർഡറിൽ എന്ന് പറഞ്ഞു. നമ്മൾ D&F എന്ന് പറഞ്ഞല്ലേ പ്രണവ് ബിലാലെ. ഓക്കെ, മാറിപ്പോണം. ഓക്കെ, ദെൻ ബിലാലെ നമ്മൾ D&F ഫുൾ ക്വസ്റ്റ്യൻസുകൾ നോക്കാൻ പോവാണ്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്ലിയർ അല്ലേ? കറക്റ്റ് ആയിട്ട് കിട്ടണം. അൺപെയർഡ് ഇലക്ട്രോൺ ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. അതാണ് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കാം. കോബാൾട്ട് +3, നമ്പർ ഓഫ് കോബാൾട്ട് +3 and cobalt +2, which number of unpaired electron and which is more magnetic property and why? Cobalt +3 +2, which is higher number of unpaired electron, explain, and which is higher magnetic property, why? +2 എത്ര unpaired ഉണ്ട്? Cobalt 27. 27 എത്ര നമ്പർ ഓഫ് അൺപെയർഡ് ഉണ്ട്? മാംഗനീസിനെ അല്ലേ മനസ്സിലായി ഇപ്പോൾ ആലോചിച്ച്? അത് ചോദിക്കട്ടെ അല്ലേ? മാംഗനീസിനെ ആലോചിച്ചുകൊണ്ടാണ് ആ ആൻസർ വന്നത്. കണ്ടോ? ഓർത്ത് നോക്കാം. മാംഗനീസിന് 5 വരുമ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം പോകും. അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, മറ്റേതിന് 4ഉം 5ഉം അതാണ് മനസ്സിലാലോചിച്ചത് അല്ലേ? കണ്ടോ? ഓർത്ത്. ഇതാണ് മൈൻഡ് റീഡിങ്. ഇതാണ് മൈൻഡ് റീഡിങ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ആൻസർ വന്നത്? അതുകൊണ്ടാണ്. ആക്ച്വലി പെട്ടെന്ന് ഒരാൾ ആലോചിക്കുന്നത് എപ്പോഴും ഇയാൾ ആലോചിച്ച പോലെ ആലോചിക്കണം. കാരണം 5 വന്ന 5 അൺപെയർഡ് വരും,
5 മാംഗനീസ് ആണ് ബെഞ്ച് മാർക്ക് വെക്കേണ്ടത്. ഇനി 27 എന്ന് പറയുമ്പോൾ അപ്പൊ എത്ര അൺപെയ്ഡ് ഉണ്ട്? 3. അപ്പോ +3 എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പോകും? കൊബാൾട്ടിൽ നിന്ന് അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ എന്താ 4 അൺപെയ്ഡ്. അപ്പൊ കൊബാൾട്ട് +3 എന്ന് പറഞ്ഞാൽ എത്ര അൺപെയ്ഡ് വരും? 4. കൊബാൾട്ട് +2 എത്ര അൺപെയ്ഡ് വരും? 3 വരും. പെട്ടെന്ന് അത് പറയാൻ പറ്റണം എങ്കിൽ സൂപ്പറായി കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടെന്ന് മുഖത്ത് നോക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് ഞാൻ വേഗം കൂടി പറയാം കേട്ടോ. ഓർത്ത് നോക്കുക. നോക്കി കൊബാൾട്ട് എന്ന് പറയുമ്പോ ഇതുണ്ടോ? നിങ്ങൾ എഴുതി ചെയ്താൽ മതി 27. അപ്പൊ എന്തായിരുന്നു 27 എന്ന് പറയുമ്പോ ഇവിടെ നോക്കിയേ, ഇതാണ് അൺപെയ്ഡ് അല്ലെ? കൊബാൾട്ട് ഇങ്ങനെയാ നിൽക്കുന്നത്. കൊബാൾട്ട് നമുക്ക് നോക്കാം. എസില് 2 ഇലക്ട്രോൺ, ഇത് 4s2 3d7 ഉണ്ടോ? 4s 3d7. എനർജിയിൽ ഇതിൽ ആരാണ് ഹയർ എനർജി ഉള്ളത്? എനർജിയിൽ ആരാ ഹയർ? ഇവിടെ ഇതാണ് എനർജിയിൽ ഹയർ അല്ലേ? ഓക്കെ, ഇതെന്തായിരുന്നു? ലോവർ ആണ്. പക്ഷെ ആരാണ് എന്താ? 4s ആണ് ഔട്ടർ മോസ്റ്റ്. 4s ആണ് ഔട്ടർ മോസ്റ്റ്. ഇപ്പൊ പാരന്റും നിങ്ങൾ എടുക്കുക അല്ലെ? നിങ്ങൾ +2 ആണ്, പാരന്റ്സ് ഉണ്ട്. എനർജി നിങ്ങൾക്കാണ് കൂടുതൽ, കാരണം നിങ്ങളുടെ എനർജി ലെവലിൽ അത്രയൊന്നും ആർക്കില്ല അല്ലെ? നോക്കാം. അല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാം. എനർജി ലെവൽ നിങ്ങൾ ഹയർ ആണ് ആക്ച്വലി. നിങ്ങളുടെ ഏജും ഇതൊക്കെ വെച്ചിട്ട് എനർജി ലെവലിൽ ഹയർ ആണ് ആക്ച്വലി കേട്ടോ. ഓർത്തോക്കുക, അവരാണ് നിങ്ങൾ. പക്ഷേ എന്താണ് അല്ലെ? പ്രായത്തിൽ ആരാ കൂടുതൽ? ഞാനാണ് അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ തന്നെയായിരിക്കും ആദ്യം പോയി ഇത് ചെയ്യുക. നിങ്ങൾ ഇതാണ് എന്നുള്ള കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരും, പക്ഷെ നിങ്ങൾ മാറ്റി നിർത്തും. ഓക്കെ, അതുപോലെയാണ് ഇവിടെയും. നമ്മൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ഇവർ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനർജിയിൽ ഇവരാണ് ഹയർ അല്ലെ? ഓർത്തോക്കുക. എനർജിയുടെ ഓർഡറിലാണ് ഇങ്ങനെ എഴുതുന്നത്. ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് റിമൂവ് ചെയ്യും? SC റിമൂവ് ചെയ്യും. അപ്പോൾ കൊബാൾട്ട് +3 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് റിമൂവ് ചെയ്യണം? SC റിമൂവ് ചെയ്യും. അപ്പൊ 4s0. ഇനി ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് റിമൂവ് ചെയ്യണം? ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ 3d എത്രയാവും? 6. 3d6 എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? അൺപെയ്ഡ് 4 കണ്ടോ? അപ്പൊ നമ്മൾ എഴുതും അല്ലെ? 4 അൺപെയ്ഡ്. നേരത്തെ ചോദിച്ചതിന്റെ ആൻസറാ പറയാം. ദെൻ കൊബാൾട്ട് +2 എന്ന് പറഞ്ഞാൽ SC റിമൂവ് ചെയ്തു. 4s0. ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ 3d7 തന്നെ വരും. കണ്ടോ? ഓർത്തോക്കെ 3d7. അപ്പൊ 3d7 ആവുമ്പോൾ എത്ര അൺപെയ്ഡ് ആ? നോക്കിയേ, 1 2 3 അൺപെയ്ഡ്. കണ്ടോ? ഓർത്തോക്കെ. അപ്പൊ നമ്മൾ അൺപെയ്ഡ് ആണ് ചോദിച്ചു വെക്കുന്നത്. ഇത് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതിലുള്ള എല്ലാ ക്വസ്റ്റൻസും മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ചോദിക്കുമ്പോൾ കിട്ടും. നിങ്ങൾ എഴുതി ചെയ്താൽ മതി, എറർ വരാതിരിക്കാൻ വേണ്ടി. നെക്സ്റ്റ്, വിച്ച് ഈസ് ഹയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി? അല്ലേ, അതങ്ങ് പറഞ്ഞു കറക്റ്റ്. 3+. എന്തുകൊണ്ട്? അൺപെയ്ഡ് കൂടി കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ പറഞ്ഞു. മാഗ്നറ്റിക് മൊമെന്റ് ന്യൂ ഈക്വൽ ടു √n × n+2. ഓക്കെ, അപ്പൊ എത്ര വന്നു? 4 × 4+2 എന്ന് പറഞ്ഞാൽ എന്താ? 6. എത്രയാ? √24. √24. അപ്പോ √25 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. അപ്പൊ √24 എത്രയായിരിക്കും? 4.9 കേട്ടോ. 4.87 ആണ്. 4.9 എന്ന് എഴുതിക്കോ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ 4.9 ആണ് മാഗ്നറ്റിക് മൊമെന്റ് ആയിട്ട് വരുന്നത്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. അടുത്ത എത്രയാ വരിക? √15. √3. ഇത് 3 അൺപെയ്ഡ് വന്നാൽ എത്ര വരും? √15. √15 എന്ന് പറഞ്ഞപ്പോ എത്രയായിരിക്കും? 2.9. 3.9. 16 കേട്ടോ. ഓർത്ത് നോക്കാം. 3.9. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ഇത് എങ്ങനെയാണ് കേട്ടോ. 5 അൺപെയ്ഡ്. അപ്പൊ എൻട്രൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. 5 അൺപെയ്ഡ് വന്നാൽ ഇതിന് ആൻസർ എന്തായിരിക്കും? 5.9. ദെൻ 4 വന്ന 4.9. 3 വന്ന 3.9 കേട്ടോ. ഓർത്ത് നോക്കാം. 3.9 ഇങ്ങനെ ഓർത്ത് നോക്കി. ഇതിന് അടുത്തായിരിക്കും. 3.9 എന്ന് പറയുമ്പോൾ 3.83 ആണ് ശരിക്കും ആൻസർ. 3.83 അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ദെൻ 2 അൺപെയ്ഡ് വന്നാൽ അപ്പൊ എന്തായിരിക്കും ആൻസർ? 2.8 പിടിച്ചു. ഒരെണ്ണം രണ്ടിലും കുറച്ചു കണ്ടോ. ഓർത്ത് നോക്കാം. 2.8. ദെൻ നെക്സ്റ്റ് 1 വന്നാൽ എന്താ? 1 വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു നോക്കണം. √3. √3ക്ക് എത്ര ഇതാ വരിക? √3യുടെ വാല്യൂ എത്രയാ? 1.73 അല്ലെ? 1.73. അത് മാത്രമേ ഉള്ളൂ. അതല്ല, 1.73. ഇത് BM ആണ്. ഇത് മുഴുവൻ എന്താ? മാഗ്നറ്റിക് മൊമെന്റ് BM. ഇത് തന്നിട്ട് അൺപെയ്ഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് മാറ്റി പറഞ്ഞാൽ കിട്ടും. കണ്ടോ? ഓർത്ത് നോക്കുക. ശരിയല്ലേ? ഓക്കെ, അപ്പോ ബോർ മാഗ്നറ്റിക് അല്ലെ? മാഗ്നറ്റോൺ എന്നാണ് അതിനെ പറയാ. അപ്പോ നിങ്ങൾക്ക് ഓർത്ത് നോക്കുക. മാഗ്നറ്റിക് മൊമെന്റ് 3.9. എത്ര നമ്പർ ആണ്? 3 അൺപെയ്ഡ്. കണ്ടോ? ആ പോയിന്റ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അൺപെയ്ഡ് കിട്ടും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവാം. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ടോപ്പിക്കുകൾ ഓർഡറിൽ നമ്മൾ ഓർത്ത് വെക്കുകയും വേണം കേട്ടോ. ഓക്കെ, ദെൻ ഇതില ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം.
ഉണ്ടോ പ്രണവ് റെഡി ആയിട്ട് നിൽക്കുന്നു, പോസിറ്റീവ് മൊമെന്റ് ആയിരുന്നു. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് അവിടെ നിന്നിട്ട് തുടങ്ങും കേട്ടോ. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി വീണ്ടും റീഷഫിൾ ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോകാം. അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് Zn CDHG are considered as a D block element but not as a transition element. Explain. എന്തായിരിക്കും? Zn CDHG are considered as a D block element but not a transition element. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല എന്ന് പറയാം അല്ലേ? ഓക്കെ, ഇനി അതിൽ റൈറ്റ് ആണ്. കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ എഴുതണം ഇതിനോടൊപ്പം. കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ? ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് കേട്ടോ, ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞു വേർഡുകൾ ബാക്കി അയാൾ പറഞ്ഞെല്ലാം റെഡിയാണ് കേട്ടോ. എന്താണ് ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഗാർഡഡ് ആസ് ആൻ എ ട്രാൻസിഷൻ എലമെന്റ്. ജനറൽ സ്റ്റേറ്റിലും കോമൺ ഓക്സിഡേഷൻ ഓർ ആണ് കേട്ടോ. എനിവൺ. അപ്പോ ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഗാർഡഡ് ആസ് ആൻ എ ട്രാൻസിഷൻ എലമെന്റ്. Then these Zn CDHG are completely filled. അത് കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇതെന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അത് നേരത്തെ പറഞ്ഞു അല്ലെ, അൺപെയ്ഡ് എന്നുള്ള വേർഡ് പറഞ്ഞു. അതുപോലെ അൺപെയ്ഡ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ എന്താണ്? നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്. ഓക്കെ, അപ്പോ ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ എഴുതണം. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കഴിഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റ് അല്ല കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ കറക്റ്റ് ആയിട്ട് പോവാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇതിന് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കതും നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തുടർന്ന് പോട്ടെ. വിച്ച് ഓഫ് ദ ട്രാൻസിഷൻ മെത്തേഡ് വിച്ച് ട്രാൻസിഷൻ മെറ്റൽ ഓഫ് 3D സീരീസ് ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ശരിയാ, സ്കാൻ ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. വിച്ച് ട്രാൻസിഷൻ മെറ്റൽ ഓഫ് 3D സീരീസ് ഡസ് നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ആരാണ്? സ്കാൻഡിയം. സ്കാൻഡിയത്തിന് എത്രയായിരുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്? സ്കാൻഡിയത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് മുഴുവൻ പറയിപ്പിക്കും. അപ്പോൾ കേട്ടോ, ഓർത്ത് നോക്കാം. ഒരാൾക്ക് എറർ വന്നാൽ അതുമായിട്ട് വരുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കണമെന്നാണ് അല്ലേ? അങ്ങനെയാണ് മാനസ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന റൂൾ അല്ലേ? അങ്ങനെ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? എത്രയാ പറ? +3. സ്കാൻഡിയത്തിന് എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +3. ദെൻ ടൈറ്റാനിയം എന്തായിരുന്നു? +2 to +4 കേട്ടോ. അപ്പൊ 3 ഇങ്ങനെ കൂടും. ഇത് മാക്സിമം എത്ര വരും? 4. ഇത് എത്ര വരും? ഇല്ല അല്ലെ? ഇത് അനേഡിയം 5 ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇത് എത്രയോ? 6. മാക്സിമം എത്രയാ? 6. മാംഗനീസ് എത്തുമ്പോൾ എത്രയാവും? 7. അപ്പോ മാംഗനീസിനാണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +2 to +7. അപ്പൊ സ്കാൻഡിയത്തിന് മാത്രം +3. അതിനാണ് സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഡസ് നോട്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ സ്കാൻഡിയത്തിന് എന്താണ്? സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എത്രയായിരുന്നു? +3. ബാക്കി ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെ +2 ഉണ്ടാവും. എവിടെ നോക്കിയേ? ഇവിടെ മുതൽ ഇവിടെയും വരെ +2 ജനറൽ ആണ്, ബേസിക് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഇതിന് +2 to എത്ര വരും? +4 കണ്ടോ? 3 അല്ലേ? 3 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? 5. അപ്പൊ എങ്ങനെയായിരിക്കും? +2 to +5. ഇപ്പൊ ഞാൻ പറയിപ്പിക്കും എല്ലാവരെ കൊണ്ടും. ഇതിന് എത്രയായിരിക്കും? +2 to +7. ഇവിടെ തൊട്ട് കുറയും. അപ്പൊ എന്തായിരിക്കും? +2 to 6 കേട്ടോ. ഓർത്ത് ഇവിടെ എത്തും വീണ്ടും ഒന്ന് കുറയുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി ജമ്പ് ചെയ്ത് കുറയും. അങ്ങനെ കുറഞ്ഞ് ഈ കോപ്പർ എത്തും. കോപ്പറിന് എത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് +1 ഉം +2 ഉണ്ട്. +1 ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ഫാമിലിക്ക് മാത്രമേ +1 ഉള്ളൂ. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ എലമെന്റ് എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആരേ ഉള്ളൂ? കോപ്പർ ഫാമിലിക്ക് എല്ലാവർക്കും ഉണ്ട്. കോപ്പർ ആരാ? സിൽവർ ഗോൾഡ്. ഇവർക്ക് എല്ലാവർക്കും +1 ഉണ്ട്. ബാക്കി ആർക്കും എന്തില്ല? +1 ഇല്ല. ഓക്കെ, ദെൻ ഇവർക്ക് ഫിക്സ്ഡ് ആണ്. +2 മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്തായിരുന്നു? ഫിക്സ്ഡ് +2. ഇത് എന്താണ്? ട്രാൻസിഷൻ എലമെന്റ് ആണോ? അല്ല. എവിടെയും വരെ ട്രാൻസിഷൻ എലമെന്റ്? ഇവിടെയും വരെ അല്ലേ? ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫിൽ ആണ്. കംപ്ലീറ്റ്ലി ഫിൽ ആയ ട്രാൻസിഷൻ എലമെന്റ് അല്ല. ഫസ്റ്റ് ടോപ്പിക് ആണത് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മൾ എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടോ? ആൻസർ കിട്ടി. എന്തായിരുന്നു അത്? പറഞ്ഞു. ശരിയാണ്. സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ്. സിങ്ക് ഈസ് നോട്ട്. എക്സ്പ്ലെയിൻ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജ്യോതിഷ് പറയും. പറഞ്ഞു കിട്ടും. അണ്ടാ AG സിൽവർ 4D10 അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ? സിൽവർ AG 4D10
regarded as a transition element. No. AG 4D10 ആണ്. ഇതുണ്ടോ AG? AGക്ക് എത്രയാ? 4D10. ഇത് എത്രയായിരുന്നു? 3D10 ആർക്കാ? കോപ്പർ. അപ്പൊ ഇതിനെന്തായിരിക്കും? 4D10. അപ്പൊ ഇയാളുടെ പേര് എന്തായിരിക്കും? 5D10 ഉണ്ടോ? ഓക്കെ. അപ്പൊ ഒരു തന്നേക്കാണ് ക്വസ്റ്റ്യനില് AG സിൽവർ 4D10 റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് എക്സ്പ്ലെയിൻ പറഞ്ഞു. ഇത് ഏത് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചു? ഏതോട്ടം പറയാൻ പാടില്ല പറഞ്ഞോ. ആറ്റമൈസേഷൻ താല്പര്യം കൊടുക്കുന്നത് അല്ലെ, ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. അതാണ് പഠിക്കുന്ന ക്വസ്റ്റ്യൻ ഓർമ്മയൊക്കെ വരുന്നുണ്ട്, നല്ല കാര്യം കേട്ടോ. ഓക്കെ, പറഞ്ഞു ബിലാലേ. സിൽവർ 4D10 ആണ്. എന്നിട്ട് 4D10 എന്ന് പറഞ്ഞ ട്രാൻസിഷൻ എലമെന്റ് ആവോ? ഇല്ലല്ലോ. പക്ഷെ അവർ പറയാണ് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് എക്സ്പ്ലെയിൻ. നമ്മൾ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട് ഇത് ഉണ്ടോ. ഓക്കെ, ബിലാലിന് ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണണം എന്ന് ആഗ്രഹം അല്ലേ. ഓക്കെ, ഇതാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ പറഞ്ഞേ? നിങ്ങൾ നോക്കണം കേട്ടോ, ഈ ചാപ്റ്ററിൽ മാത്രം എന്ത് കണ്ടോ. ഈ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത്, വിത്ത് ആൻസർ ഒക്കെ ഉണ്ട്. സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ്, സിങ്ക് ഈസ് നോട്ട്. എന്തുകൊണ്ടാണ് സ്കാൻഡിയം ആവുന്നത്? സ്കാൻഡിയത്തിന് അൺപെയ്ഡ് ഉണ്ട്. സ്കാൻഡിയത്തിന് എന്തുണ്ട്? അൺപെയ്ഡ് ഉണ്ട്. സിങ്ക് എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ എന്താവില്ല? ട്രാൻസിഷൻ എലമെന്റ് ആവില്ല. അപ്പൊ അൺപെയ്ഡ് വന്ന ട്രാൻസിഷൻ എലമെന്റ് ആണ് അല്ലെ. സിംഗിൾ എത്ര അൺപെയ്ഡ് ഉണ്ട്? ഇത് കണ്ടോ, സിംഗ് എന്ന് പറയുമ്പോൾ അല്ലെ 1 അൺപെയ്ഡ് ഉണ്ട്. ഇവിടെ 1 ഉണ്ടോ? ഇവിടെ 1 എന്ന് എഴുതിയല്ലേ, അൺപെയ്ഡ് ഉണ്ട്. അവർക്ക് ഉണ്ടോ? ഇല്ല അല്ലെ. ഓക്കെ, അതേ സമയത്ത് ഇത് കണ്ടോ, ഇവിടെയും 0 എന്നാ എഴുതിയേക്കുന്നത് ഉണ്ടോ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാ സിൽവർ? ഇതാണ് ക്വസ്റ്റ്യൻ. ശരിയാ കണ്ടോ, ഡിന്ന് എന്നാലും ഡി കംപ്ലീറ്റ്ലി ഫില്ലല്ലേ. എസ് സിന്ന് ഡിയിലേക്ക് പോകും, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചു? ഡിന്ന് എസിലേക്ക് പോകും, അങ്ങനെ പോകില്ല ആരും. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ ഫാമിലിക്ക് എന്താണ്? +2 ആണ്. +2 വരുമ്പോൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ട്രാൻസിഷൻ ഡെഫിനിഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ. ജനറൽ സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽ ആണ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. +2 എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെ റിമൂവ് ചെയ്യും? SC എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യും. ദെൻ 2 അല്ലേ, 2 എന്ന് പറയുമ്പോൾ ഡി എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്താൽ D9 ആവും. D9 എന്ന് പറഞ്ഞാൽ 1 അൺപെയ്ഡ് വരും. D9 എന്ന് പറഞ്ഞാൽ എന്താ വരും? 1 അൺപെയ്ഡ്. അപ്പോൾ എന്തായി? ട്രാൻസിഷൻ എലമെന്റ് ആയി. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? AG സിൽവർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ദേ കണ്ടെയ്നിങ് എത്ര അൺപെയ്ഡ്? 1 അൺപെയ്ഡ്. ദെൻ 1 അൺപെയ്ഡ്, സോ റിഗാർഡഡ് ആസ് ആൻ എ ട്രാൻസിഷൻ എലമെന്റ്. എന്നിട്ട് ആ ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ കൂടി എഴുതി വെക്കണം. ടെക്സ്റ്റുകളെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ പുറത്തു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ആരായിരുന്നു? ജ്യോതിഷാനോട് ചോദിച്ചിരുന്നത് മനസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയേണ്ടത്, വൈ ഈസ് Cu2+ അയോൺ കളേർഡ് while Zn2+ ion is colorless in aqueous solution? ആർക്കുണ്ട്? DD. Cu2+ is ion color. DD ട്രാൻസിഷൻ ഒക്കെ ചെയ്യും. അങ്ങനെയാണ് Zn2+നും DD ട്രാൻസിഷൻ ഒക്കെ ചെയ്തൂടെ? വെരി ഗുഡ്. കണ്ടോ? അപ്പൊ മറ്റേതിന് ഈ ശ്രദ്ധിക്കുക, ഇപ്പൊ പറഞ്ഞ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആദ്യം ഒരു കാര്യം എഴുതണമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഡി എടുക്കുമ്പോൾ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം? ഇങ്ങനത്തെ എന്ത് ചോദ്യം വന്നാലും ഒരു കാര്യമാണ് ആദ്യം എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരാൾ ഓർത്ത്. വെരി ഗുഡ്. ശരിയാണ്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ആൻസർ ചെയ്യാവും. അപ്പൊ ഈ ഇതുപോലത്തെ എന്ത് ചോദിച്ചാലും ഇപ്പൊ ചോദ്യം എന്തായിരുന്നു? Cu2+. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ Cu2+ ആദ്യം Cu എഴുതണം കേട്ടോ. Cu എഴുതുമ്പോൾ നോക്കിയേ, 4s1 3d10 ഉണ്ടോ? ഓർത്ത് നോക്കി, ഇങ്ങനെ എഴുതി Cu2+. അപ്പൊ എന്ത് വരും? 4s0 3d9. എന്നിട്ട് ഈ D9 ഇങ്ങനെ വരക്കണം. ഇങ്ങനെ 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 കേട്ടോ. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വരക്കുന്നു. ഇത് കണ്ടോ? ഇവിടെ നോക്കി എത്ര അൺപെയ്ഡ് ഉണ്ട്? ഇതൊക്കെ കംപ്ലീറ്റ്ലി പെയ്ഡ് ആണ് അല്ലെ. 1 അൺപെയർ. ഇത്രയും ഞാൻ എഴുതും. 1 ഇത്രയും എഴുതണം. 1 അൺപെയ്ഡ് ഇലക്ട്രോൺ. സോ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മനസ്സ് പറഞ്ഞ ബാക്കി എല്ലാം റൈറ്റാ. എന്തായിരുന്നു? DD ട്രാൻസിഷൻ occur. സോ ഇറ്റ് ബിക്കം കളർഡ് അയൺ. കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ മനസ്സ് മാത്രമല്ല, മനസ്സ് എക്സാമിന് എഴുതാൻ വേണ്ടി വേറെ സാധനം കൂടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ കൂടി എഴുതും അല്ലെ. അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇലക്ട്രോൺ അബ്സോർബ് energy into the visible region to excited ഏത് ലെവലിൽ നിന്നാ കിട്ടി? ഹയർ ലോവർ എനർജി ടു ഹയർ എനർജി ലെവൽ. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഇൻ ടു ദ വിസിബിൾ റീജിയൻ ടു ലോവർ എനർജി ഡി ഓർബിറ്റൽ ടു ഹയർ എനർജി ഓർബിറ്റൽ അല്ലെ. ലോവർ എനർജി ഡി ഓർബിറ്റൽ ടു ഹയർ എനർജി ഡി ഓർബിറ്റൽ അല്ലെ. ഓക്കെ,
അപ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ലോവറിൽ നിന്ന് അത് എന്തിലേക്ക് വരിക, ഹയറിലേക്ക് വരിക അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക, എനർജി അബ്സോർബ് ചെയ്യണം. അപ്പൊ അതിനെയാണ് ഡി ടി ട്രാൻസിഷൻ. ഇനി എന്ത് ചെയ്യണം, അപ്പൊ തന്നെ ഇത് ആദ്യത്തെ കാര്യമല്ലേ, സിങ്ക് കളർലെസ് ആയില്ലേ, അത് പറയണ്ടേ. ഓക്കെ, അപ്പൊ ഇസഡൻ എന്തായിരുന്നു, 4s2 3d10. Then Zn2+ എവിടെ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യും, 4s0 3d10. കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ, കംപ്ലീറ്റ്ലി ഫിൽ അല്ലേ. D10 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽ ആവും. കംപ്ലീറ്റ്ലി ഫില്ലായ ഉണ്ടാവോ ഇലക്ട്രോൺ, ഡി ടി ട്രാൻസിഷൻ നടക്കുമോ, ഇല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഫില്ലായ അത് ഡി ടി ട്രാൻസിഷൻ ഒക്കെ ചെയ്യില്ല. ആൻസർ കറക്റ്റ് ആയിട്ട് വേണം കേട്ടോ. ഫിലിപ്പോസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻസർ പറയാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു മോനെ, ഏതാ ഈ ഇവിടെ സംഭവമല്ലേ പറയുന്നത്, ഇതിന് റീഷഫിൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒരാൾക്ക് ഇപ്പുറത്തോട്ട് ചാടാം, മനസ്സിലായി, മറ്റേ ആൾ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യും. ഒരു സ്പേസ് കിട്ടിയാൽ മതി, റീഷഫ്ലിംഗ് എന്നാ പറയാ അതിനാ, മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് ഒരെണ്ണം മൂവ് ചെയ്യാം. അപ്പൊ ഇത് ഫില്ലാവുമല്ലോ, മനസ്സിലായി. അപ്പോഴും ഇവിടെ വേക്കൻറ്റ് വരും. ആ ഒരു ഷോർട്ട് ടൈമിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഐഡിയ മനസ്സിലായി. റീഷഫിൾ ചെയ്യാനായിട്ട് ഒരാളുടെ ഗ്യാപ്പെങ്കിലും വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റീഷഫിളിങ് നടക്കില്ല കേട്ടോ. ഓർത്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ റൂമാണ്. ഈ റൂമിൽ എല്ലാവരും കയറി കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയി, മൂവ്മെന്റ് നടക്കില്ല. പക്ഷെ ഒരു ചെയർ വേക്കൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മനസ്സിലായി, ഒരാൾക്ക് മൂവ്മെന്റ് ചെയ്തിട്ട് അടുത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഐഡിയ മനസ്സിലായി. ആ രീതിയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു അൺപെയ്ഡ് എങ്കിലും ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. ഓർത്ത് നോക്കാം. ചോദ്യം നല്ലതാണ്. കാരണം എന്താ, ഹയർ എനർജി ടു പവർ എന്ന് പറയുമ്പോൾ അല്ലേ, അങ്ങനെ ആലോചിക്കാം നമുക്ക്. വെരി ഗുഡ്. നെക്സ്റ്റ്, out of zinc and tin, whose coating is better to protect iron object? Out of zinc and tin, whose coating is better to protect iron object? 2020 question. അയണിലെ കോട്ട് ചെയ്യണ സിങ്ക് കോട്ട് ചെയ്യോ, ലെഡ് കോട്ട് ചെയ്യോ, ടിൻ കോട്ട് ചെയ്യോ? വൈ? എന്തായിരിക്കും? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനല്ലേ, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും അന്ന് ആലോചിച്ചെന്ന് പറഞ്ഞാൽ, സിങ്ക് ആണോ കോട്ട് ചെയ്യുക, ടിൻ ആണോ? ശരിയാ, സിങ്ക് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ആ ആ റിയാക്ടിവിറ്റി സീരീസിൽ സിങ്ക് ലോ ആണ് ടിന്നിനേക്കാളും. റിയാക്ടിവിറ്റി സീരീസിൽ കേട്ടോ, ഓർത്ത് നോക്കാം. സിങ്ക് ലോവർ റിയാക്റ്റീവ് ആണ് ആസ് കമ്പയർഡ് ടു ടിൻ. ടിൻ SN ആണ്, PB ആണ് ലെഡ്. എനിക്ക് തോന്നുന്നു PB ആയിരിക്കും ഓർത്ത് വെക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ആണ് ഓർത്ത് നോക്കാം. നമ്മൾ ആനോഡൈസിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എവിടെ ആദ്യം പഠിച്ചേക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ 10th ആണ് അല്ലേ. ഇവിടെയും ഉണ്ട്. ഇവിടെ ഏതായിരുന്നു? ഇലക്ട്രോ കെമിസ്ട്രി അല്ലേ, ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ നിന്ന് മിക്സ് ചെയ്ത് കയറി വന്നേക്കുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതില് ഓർത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കോപ്പർ ആൻഡ് സിങ്ക് ആരായിരിക്കും കൂട്ട് ചെയ്യാം? കോപ്പർ റിയാക്ടിവിറ്റി സീരീസിൽ താഴെയാണ് കോപ്പർ. അപ്പൊ സിങ്ക് അല്ല, സിങ്ക് ആണോ? ആണോ? നോക്കാം. സിങ്ക് ആണ് ആൻസർ വന്നേക്കുന്നത്. റിയാക്ടിവിറ്റി സീരീസിൽ നിങ്ങൾക്ക് സിങ്ക് ഇല്ല, ലെഡ് ആണ് ഉള്ളത്, PB ആണുള്ളത്. 10th അല്ലേ ഉദ്ദേശിച്ചേ? 10th കിടക്കുന്നത് ഇതാണ്. കോപ്പർ ഏറ്റവും താഴെയാണ്, ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് കേട്ടോ, ഓർത്തോ. ഹൈഡ്രജൻ കഴിഞ്ഞിട്ടാണ് കോപ്പർ കിടക്കുന്നത്. ഇനി റിയാക്ടിവിറ്റി സീരീസ് നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട, പീരിയോഡിക് ടേബിൾ വെച്ച് ഓർത്ത് നോക്കുക. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആരാ? ലിഥിയം. ഞാൻ എടുത്തിട്ട് അത് നമ്മൾ 10th പഠിച്ചേക്കുന്നല്ലേ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഡൗൺ ദ ഗ്രൂപ്പ് റിയാക്ടിവിറ്റി ഇൻക്രീസസ്. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും? സോഡിയം ആണോ പൊട്ടാസ്യം ആണോ? പൊട്ടാസ്യം. പൊട്ടാസ്യത്തിനേക്കാളും മോർ റിയാക്റ്റീവ് ആയിരിക്കും എന്ത്? സീഷ്യം. ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് വരും? റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓർത്ത് നോക്കാം. പിന്നെ നമ്മൾ വരുന്ന ഈ ഒരു ഏരിയ ആണ്. ഇവിടെ വന്ന സമയത്ത് ഇത്
റിയാക്ടിവിറ്റി സീരീസ് റിലേറ്റഡ് ടു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ശരിക്കും ആൻസർ എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നിങ്ങൾ 12th എത്തുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിഥിയത്തിന് ഏറ്റവും താഴെ കിടക്കുന്നത്. എത്രയാ? -3 ആണ്ടോ? അപ്പൊ അത് പണ്ട് നമ്മൾ പഠിക്കുന്നത് എന്തായിരുന്നു? പീരിയോഡിക് ടേബിൾ ഇതുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആരെ വെച്ചിട്ട്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതുകൊണ്ടാണ് ഫ്ലൂറിന് ഏറ്റവും മുകളിൽ അവിടെ കിടപ്പുണ്ട്. ഫ്ലൂറിന് നേരെ എന്താ? ഒരെണ്ണം ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ മറ്റേന്താ? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ രണ്ട് റിയാക്ടിവിറ്റി ആ രീതിയിൽ എടുക്കേണ്ടി വരും. ഓർത്ത് നോക്കാം. ഇവിടെ എടുക്കുന്ന സമയത്ത് ഏറ്റവും താഴെയാണ് ഹൈഡ്രജന്റെ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, സിങ്ക് പറഞ്ഞാൽ മതി. ഇനി സിങ്ക് ആൻഡ് കോപ്പർ ചോദിച്ചാൽ കോപ്പർ എന്താണ്? ലോ റിയാക്ടിവിറ്റി ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആൻസർ സിങ്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർട്ടീൻ ആൻഡ് 14 ഒരേ രീതിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. ആദ്യം വേണമെങ്കിൽ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പറയണം കേട്ടോ. ബിലാലാണ് പറയുന്നത്. റൈറ്റ് ദ ഫോർമുല ഓഫ് an oxo anion of chromium Cr in which it show the oxidation state equal to its group number. Write the formula of an oxo anion of chromium Cr in which it show the oxidation state equal to its group number. ബിലാലെ പറഞ്ഞു. ക്രോമിയം ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് is equal to its group number. കിട്ടിയോ? സിആറിന്റെ ഓക്സിഡേഷൻ ഓക്സോ ആനിയോൺ എന്ന് പറയുമ്പോൾ എന്താ? CrO2 കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ പറയുന്ന ആൻസർ എഴുതാം. CrO2. വേറെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? Cr2O4. വേറെ ആരെങ്കിലും? നീയും പറയണം. റൈറ്റ് ആൻസർ എത്തിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഷാർപ്പായിട്ട് ഞാൻ പറയാം. Write the formula of an oxo anion of chromium Cr in which it show the oxidation state equal to its group number. CrO2 പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കട്ടെ എന്ന് കരുതില്ല. അങ്ങനെയാണെങ്കിൽ ശരിയാ. പറഞ്ഞോ എന്തെങ്കിലും ഒരു ആൻസർ പറ. എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണ്ട. പ്രണവിന് കിട്ടിയെന്ന് പറഞ്ഞു. ഉണ്ടോ? എന്തായിരുന്നു? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പ് നമ്പർ എന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഇതിൽ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ക്രോമിയത്തിന്റെ ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാ? അല്ല. അതെങ്ങനെയാ? D1 എന്ന് പറയുമ്പോ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പാ. ഗ്രൂപ്പ് ഇത് 3 ആണ്. ഗ്രൂപ്പ് 3. ഇത് 4, ഇത് 5, ഇത് 6. അപ്പൊ ക്രോമിയത്തിന് 6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടണം. ക്രോമിയത്തിന് എത്ര കിട്ടണ്ടേ? 6. 9th ഒന്ന് പോയേ. 9th നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നത് വാലൻസി എഴുതി ക്രോസ് ചെയ്യും അല്ലേ? ക്രോമിയത്തിന് 6 വേണം. ഓക്സിജൻ എത്ര വേണം? 2 വേണം. 6ഉം 2ഉം വന്നാൽ എങ്ങനെ ക്യാൻസൽ ചെയ്യണം? പറഞ്ഞേ. പണ്ട് പഠിപ്പിച്ചല്ലേ ഇതിങ്ങനെ എങ്ങനെ ക്രോസ് ചെയ്യണത്? നിങ്ങൾ ഓർമ്മയില്ലേ? പഠിപ്പിച്ചല്ലേ? അപ്പൊ അവിടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 6. എന്തുകൊണ്ടാണ് അത്? നമ്മളറിയാം പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഗ്രൂപ്പ് വരുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. സെക്കൻഡ് ഗ്രൂപ്പ് ആരാ? ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം. തേർഡ് ഗ്രൂപ്പ് ആണ് സ്കാൻഡിയം. ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇത് പീരിയോഡിക് ടേബിൾ ആണ്. അതിൽ ഡി ബ്ലോക്ക് തേർഡ് 3 ആണ്. ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ആണ് ഓർത്ത് നോക്കുക. ക്രോമിയം എവിടെ എത്തിയ സമയത്ത് 6 ആണ്. അപ്പൊ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എത്രയാ? 3, 1. അപ്പൊ എന്ത് വരും? CrO3. വന്നോ കേട്ടോ? ഓക്കെ. അപ്പോ അങ്ങനെ കിട്ടണം CrO3 കേട്ടോ. ഓക്കെ. ദെൻ ഇവിടെ ആൻസർ കീയിൽ എത്ര വന്നു നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയേക്കാം. 13. വേറെ രീതിയിൽ എഴുതാൻ പറ്റും. 2 മൈനസ് വെച്ചിട്ട് Cr2O7 2- ആണ് കൊടുത്തേക്കുന്നത്. അതും റൈറ്റ് ആണ് കേട്ടോ. Cr2O7 2-, അതും റൈറ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. K2Cr2O7 അല്ലേ? ഓക്കെ. അതും റൈറ്റ് ആണ്.
അതെങ്ങനെയാ വരാൻ കാരണം? Cr2O7 2 മൈനസ്, അപ്പൊ എന്ത് വരും? 2x മൈനസ് 7 into 2 14 ഈക്വൽ ടു -2. അപ്പൊ എന്ത് കിട്ടും? 2x ഈസ് ഈക്വൽ ടു എന്താണ് അല്ലെ? 14 - 2 എന്ന് പറയുമ്പോൾ 12. x ഈസ് ഈക്വൽ ടു 6. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ കോമ്പൗണ്ടും റൈറ്റ് ആണ്. ആക്ച്വലി ഇത് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഏതാ? ഓക്സോ ആനയോൺ. ആനയോൺ പറയുമ്പോൾ ഇത് വേണം, ശരിയാ. നെഗറ്റീവ് ചാർജ് വേണം കേട്ടോ. ഇല്ല, ഓക്സോ ആനയോൺ എന്ന് പറയുമ്പോൾ ഓക്സിജനും ആനയോണും, അപ്പൊ ഇത് തന്നെ പറയണം കേട്ടോ. റൈറ്റ്, Cr2O7 2 മൈനസ്. ആനയോൺ ആവണ്ടേ കേട്ടോ, ഓർത്ത് നോക്കാം. ആനയോൺ ആവുമ്പോൾ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ CrO4 വെച്ച് ഒരെണ്ണം ഉണ്ടാക്കിയേ. എത്ര ചാർജ് വരും? ഇതുണ്ട് CrO4, അതാ ഞാൻ പറഞ്ഞത്. എക്സ് മൈനസ് 8 അല്ലെ, ഈക്വൽ ടു എത്ര വരണം? ഒന്ന് നോക്കി കഴിഞ്ഞാലേ അല്ലെ, ക്രോമിയത്തിന് എത്ര ഓൾറെഡി നമ്മൾ കൊടുക്കുക? 6 ആണ്. അപ്പൊ എന്ത് വരും? -2. അപ്പൊ എന്ത് വരും? 2 മൈനസ്. ഓർത്ത് നോക്കാം. അതെ കണ്ടോ, 6 - 8 ഇതുണ്ടോ? ഇതും ആൻസർ ആണ് ആക്ച്വലി. CrO4 2 മൈനസ് ആനയോൺ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കില് നമ്മൾക്ക് തന്നേക്കുന്നത്, ബുക്കിൽ തന്നേക്കുന്നത്, നിങ്ങൾക്ക് തന്നേക്കുന്നത് ഇതാണ്. ഇതും ആൻസർ റൈറ്റ് ആണ്. CrO4 2 മൈനസ്. ഓർത്ത് നോക്കുക. CrO4 2 മൈനസും Cr2O7 2 മൈനസും. CrO4 2 മൈനസിന്റെ പേരെന്താണ്? ഇന്ന് ഫിലിപ്പോസ് എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റനുമായിട്ട് റിലേറ്റഡ് ആണ്. എന്തായിരുന്നു CrO4 2 മൈനസിന്റെ പേര്? ഇതിന്റെ പേര് ഡൈക്രോമേറ്റയോൺ. ഇതിന്റെ പേരെന്തായിരുന്നു? ഡൈക്രോമേറ്റയോൺ. അപ്പൊ അതിന്റെ പേരെന്തായിരുന്നു? കിട്ടി, ഞാൻ പറഞ്ഞു ജ്യൂസ്. ഇവിടെ മനം കാക്ക് കണ്ടാ, കിട്ടി. മാംഗനേറ്റ് മാംഗനീസ് അല്ലേ, ക്രോമിയത്തിന്റെ. ഇത് ഞാൻ പറഞ്ഞത് ഇത് പറയും. ഇത് ഡൈക്രോമേറ്റ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഡൈക്രോമേറ്റയോൺ. അപ്പൊ ഇതെന്തായിരിക്കും? മോണോക്രോമേറ്റയോൺ കേട്ടോ, അത്രേ ഉള്ളൂ. ക്രോമേറ്റയോൺ, ഇത് ക്രോമേറ്റയോൺ. ഇതെന്തായിരുന്നു? ഡൈക്രോമേറ്റയോൺ കേട്ടോ. KMnO4 എന്തായിരുന്നു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെ. അപ്പൊ എന്താണ് അതില്? MnO4 മൈനസ് ആണ് പെർമാംഗനേറ്റ് അയോൺ. MnO4 2 മൈനസ് മാംഗനേറ്റ് അയോൺ കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുപോലെ ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇത് രണ്ടും ആൻസർ റൈറ്റ് ആണ്. ഇത് ഡൈക്രോമേറ്റ് അയോൺ, ഇത് ക്രോമേറ്റ് അയോൺ. രണ്ടിനും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പറും 6 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരൂല, സെയിം ക്വസ്റ്റിന്റെ വേറൊരു വേർഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. ചോദിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കണ്ടോ, അവിടെ കിട്ടിയെന്ന് പറഞ്ഞു. ഉണ്ടോ? അല്ലേ? ഓക്കെ അല്ലേ? ഉണ്ടോ? ഐശ്വര്യ അത് കണ്ടെത്തി. ഓക്കെ, അപ്പൊ അത് അടുത്ത് ഐശ്വര്യ വായിപ്പിക്കും കേട്ടോ. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസർ തനിയെ പറയണം കേട്ടോ. റൈറ്റ് ദ ഫോർമുല ഓഫ് ആൻ ഓക്സോ ആനയോൺ ഓഫ് 2017 ചോദിച്ചൊരു ഇതാണ്. അതിന്റെ വേറെ സെറ്റിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു വേർഷൻ ചോദിച്ചു. റൈറ്റ് ദ ഫോർമുല ഓഫ് ആൻ ഓക്സോ ആനയോൺ ഓഫ് മാംഗനീസ്. ഉണ്ടോ? ഇപ്പൊ 2017 ഒരു നിങ്ങൾക്കറിയാലോ 5 സെറ്റ് ഉണ്ടാവും. അപ്പൊ അതില് ഒരു സെറ്റില് ക്രോമിയം ചോദിച്ചു. അപ്പൊ അടുത്ത സെറ്റിൽ ചോദിച്ചേക്കുന്നത് ഇതായിരുന്നു. റൈറ്റ് ദ ഫോർമുല ഓഫ് ആൻ ഓക്സോ ആനയോൺ ഓഫ് മാംഗനീസ് in which it show the oxidation state equal to its group number. ഞാൻ ഒന്നുകൂടി വായിക്കാം. Write the formula of an oxo anion of manganese in which it shows the oxidation state equal to its group number. 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 എല്ലാവരും പറയണം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഗ്രൂപ്പ് എത്രയാന്ന് നോക്കിയേ അല്ലേ? മാംഗനീസ് ഇവിടെ D5 ആണ്. ഇപ്പുറത്തെ രണ്ട് ഗ്രൂപ്പും വരുമ്പോൾ 7 ആണ് ഗ്രൂപ്പ് അല്ലെ, 7. അപ്പൊ ഞാൻ നേരത്തെ എഴുതിയേക്കുന്ന പോലെ ഒന്ന് എഴുതിയിട്ടൊന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കുക കേട്ടോ. അതേ ഇവിടെ ഈ ക്രോസ് എഴുതിയിട്ട് കണ്ടെത്തിയില്ലേ, അതുപോലെയൊക്കെ ഒന്ന് ഇട്ടൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നേരെ ക്രോസ് ചെയ്താൽ മതി, ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് കിട്ടും. കിട്ടിയോ? എന്നിട്ട് ഒരു ചാർജ് ഒന്ന് ഉണ്ടാക്കണം അല്ലെ.
കിട്ടിയാ ആൻസർ? റൈറ്റ്. റൈറ്റ് കേട്ടോ. കിട്ടാം. നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 7 ആണെന്നറിയാം. മാക്സിമം ഓക്സിഡേറ്റഡ് 7 വരണം നോക്കിയാക്കാം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ MN മോൻ എഴുതിയേക്കുന്ന പോലെ തന്നെ കൊണ്ടുവരാം അല്ലേ? ഓക്സിജൻ എത്ര എണ്ണം വന്നു കഴിഞ്ഞാലാണ് ഈ 7ലേക്ക് എത്താൻ പറ്റുക? 7 അല്ലേ? ഇത് എത്ര വരണം? 7 ഉണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് 7 ആയത്? 7th ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഇവൻ 7 കിട്ടണം അല്ലേ? ഓക്കെ, ഇത് എത്ര നമ്പർ വന്നാലാണ് 7ലേക്ക് എത്താൻ പറ്റുക? അങ്ങനെ ആലോചിക്കുക. ഇത് 2 അല്ലേ? അങ്ങനെ പണ്ടാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യും അല്ലേ? ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? Mn2O7 ഇങ്ങനെ കിട്ടും അല്ലേ? Mn2O7 റൈറ്റ് ആണ്, പക്ഷെ അതിനൊരു ചാർജ് ഇല്ല അല്ലേ? ചാർജ് ഇല്ല. അപ്പോൾ ആ ചാർജ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓക്സിജന് നമുക്ക് അറിയാലോ -2 ആണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ നോക്കിക്കോട്ടെ, MnO4 ഒരെണ്ണം കൂട്ടി പിടിക്കും. MnO4 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? -2 × 4 എത്രയാണ്? ഓക്കെ, -8 ആണ്. ഓക്കെ, ഒരെണ്ണം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? -1. ഇവിടെ മൈനസ് കൊടുക്കും. അപ്പോൾ എക്സ് ഇതുണ്ടോ? ഇതാണ് -8 = -1. സോ എക്സ് ഈസ് ഈക്വൽ ടു 8 - 1 വരുമ്പോൾ എന്ത് കിട്ടും? 7. ഓക്കെ, അപ്പോൾ അതാണ് പുറത്ത് വെക്കാം. Mn2O7 ആണ്, പക്ഷെ അതിന് ചാർജ് ഇല്ല കേട്ടോ. ഓക്കെ, പക്ഷെ അവന് ചാർജ് വന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? Mn ഇത് ഓക്സിജന് നമുക്ക് -2 അല്ലേ? -2 × 4 എത്ര വരും? -8 വരും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ MnO4 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എത്രയുണ്ട്? -8 ആണ്. ഒരെണ്ണം കുറയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി. ഇവിടെ നോക്കി, എക്സ് ഓക്സിജൻ എത്രയായിരുന്നു? -2 × 4. അപ്പോൾ എത്ര വരും? 8 = -1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 8 - 1. 8 - 1 എത്ര വരും? 7 ഉണ്ടോ? ഓക്കെ, അപ്പോൾ എക്സ് 7 കിട്ടി. ഈ 7 വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കിയത്? ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിന് ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് റൈറ്റ് ആണ്. ആക്ച്വലി ഓക്സിജൻ അയോൺ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MnO4 മൈനസ് ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ഓക്കെ, ഇതും വരും, പക്ഷെ അതിന് ചാർജ് ഇല്ലല്ലോ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കിട്ടിയാ? Mn2O7 കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന് ചാർജ് ഇല്ല, ആനയോൺ എന്നല്ലേ അവന്മാർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റാവുന്നത് Mn ഇങ്ങനെ എടുക്കാം. ദെൻ O ഇത് -2 അല്ലേ? അപ്പോൾ 7 വരെ എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരെണ്ണം കൂട്ടി അല്ലെങ്കിൽ കുറച്ചെടുക്കാൻ പറ്റും. കൂട്ടിയെടുക്കണം. അപ്പോൾ എന്തായിരിക്കും? 4 × -2 എത്ര കിട്ടും? 8. അപ്പോൾ MnO4 ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇനി ഒരെണ്ണം കുറയ്ക്കാൻ ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരും? എക്സ് -4 × 2 എത്രയാണ്? 8 = ഈ ചാർജ് പുറത്തുള്ളത് എഴുതാം -1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 8 - 1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 7 ഉണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ആ 7 വരുന്നത്. ഓക്കെ ആണോ? കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്തേ? ഓക്കെ, MnO4 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? Mn അല്ലേ? Mn നമുക്ക് 7ലേക്ക് എത്തണം അല്ലേ? അപ്പോൾ ഒരെണ്ണം കൂട്ടിയെടുക്കുമ്പോൾ ഒരു ഓക്സിജൻ എത്ര വരണം? -2 × 4 എത്ര വരും അല്ലേ? -8. അപ്പോൾ MnO4 എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ്. നമുക്ക് ഒരെണ്ണം കുറയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി ഉണ്ടോ? ഓക്കെ, എക്സ് -2 × 4 എത്രയാണ്? 8 = -1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? 7. അങ്ങനെ ആയി കിട്ടണം കേട്ടോ. ഓക്കെ, അത് ക്ലാരിറ്റിയിലേക്ക് വരാം. കിട്ടിയോ? മെത്തേഡ് ഓക്കെ അല്ലേ? MnO4 മൈനസ് കിട്ടിയോ? ഓക്കെ, മനസ്സിലായി. ഗുഡ്. ഓക്കെ അല്ലേ? ആദ്യം പറഞ്ഞല്ലേ MnO4 മൈനസ് അല്ലേ കിട്ടിയത്? ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന അതിന് വേണ്ടിയിട്ട് പറയാം. MnO4 മൈനസ് ആണ് ആൻസറിൽ വന്നേക്കുന്നത്. Mn ആണ് ഓക്സിജൻ അല്ലേ? ഓർക്കുക, നമുക്ക് 7 കിട്ടണം. മാഗ്നീസിന് 7 കിട്ടണമെങ്കിൽ ഓക്സിജൻ -2 × 4 ചേർത്ത -8 അല്ലെ? കൂട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ MnO4. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് 8 വന്നു. 8 എന്ന് പറഞ്ഞാൽ കുറയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു മൈനസ് ചാർജ് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എക്സ് ഇവിടെ ഓക്സിജന് 4 × -2 -8 = ചാർജ് ആണ് ഈ പുറത്ത് വന്നേക്കുന്നത് മൈനസ് കേട്ടോ. ഓക്കെ, അതിന് കാണാൻ പറ്റുമെന്ന് കരുതാം. ഓക്കെ അല്ലേ മോനെ? ദെൻ എക്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ എന്ത് കിട്ടും? 8 - 1. അപ്പോൾ 7. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ MnO4 മൈനസ് ആണ്.
അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ പാസ്റ്റ് ഇയർ നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ എത്രയായിരുന്നു നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നിങ്ങൾ എഴുതുമ്പോൾ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ് ആണ്, അത് എവിടെന്നെങ്കിലും പാസ്റ്റ് ഇയറിലോ ബുക്കിലോ കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ കറക്റ്റ് ഓർഡറിലാക്കി കൊടുക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതല്ലെങ്കിൽ അല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ വേറൊരു വേർഷൻ ആയിട്ട് ചോദിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറയാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 4.6 ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എഴുതൊന്നും വേണ്ട, ഒന്ന് ഓർത്ത് നോക്കാം. നെയിം ദ ഓക്സോ മെറ്റൽ ആനയോൺ ഓഫ് ഫസ്റ്റ് സീരീസ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽ ഇൻ വിച്ച് ദ മെറ്റൽ എക്സിബിറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ. ഇതാണ് ചോദ്യം. അവർ ഏത് മെറ്റലാണെന്നൊന്നും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റൽ എഴുതാം, പക്ഷെ അതിന്റെ ഗ്രൂപ്പ് നമ്പറും ഓക്സിഡേഷൻ സ്റ്റേറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പൊ എവിടെയും വരെ നമുക്ക് എഴുതാൻ പറ്റും, സ്കാൻഡിയം മുതൽ മാംഗനീസ് വരെ എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എഴുതാനായിട്ട് പറ്റില്ല. കാരണം എന്താ, അയൺ ആവുമ്പോൾ ഗ്രൂപ്പ് എത്രയാവും 8, മാക്സിമം എത്ര വരെ പറ്റുള്ളൂ 7. ഓർത്ത് നോക്കുക, ഗ്രൂപ്പ് 7 എന്ന് പറഞ്ഞാൽ ആരാണ്, മാംഗനീസ് ആണ്. അപ്പൊ മാംഗനീസ് വരെ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ആർക്കൊക്കെ ഉണ്ട്, സ്കാൻഡിയം. സ്കാൻഡിയത്തിന് എത്രയാ, +3 ആണ് അല്ലെ, കാരണം ഗ്രൂപ്പ് നമ്പർ എത്രയാ 3, മാക്സിമം ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും, സ്കാൻഡിയം ക്രോസ് ചെയ്തോ മതി, Sc2O3. ദെൻ ടൈറ്റാനിയം TiO2. ടൈറ്റാനിയം എത്രയാ, ഗ്രൂപ്പ് നമ്പർ 4. TiO2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ, 4. ആനിയോൺ ആവില്ല അപ്പോഴും അല്ലെ, ആനിയോൺ ആണെങ്കിൽ ഒരെണ്ണം കൂട്ടിയിട്ട് കുറയ്ക്കേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്സോ ആനിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആനിയോൺ ആകുമ്പോൾ ഒരെണ്ണം കൂട്ടിയിട്ട് കുറയ്ക്കേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കുക, കൂട്ടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, TiO3 പറയണം, -1 കൊടുക്കാം ഉണ്ടോ. ഓർത്ത് നോക്കുക, അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ, 4.6. ഇത് രണ്ടെണ്ണമാണ് ബെസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. ഏതാ, ഒരെണ്ണം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ MnO4- പറയാം, അല്ലെങ്കിൽ ഏത് പറയാം, നേരത്തെ എഴുതിയ പോലെ CrO4- അല്ലെങ്കിൽ Cr2O7 അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാൻ നോക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു നിർത്തിയത് ഇവിടെ അല്ലേ, ബിലാലിന്റെ ഇവിടെ അല്ലേ. ഓക്കെ, ധനലക്ഷ്മി. Explain giving reason transition metal and their compound generally exhibit a paramagnetic behavior. ഇതാണ് ചോദ്യം. എന്തായിരുന്നു, എന്തെങ്കിലും ഓർമ്മയുണ്ടോ, പാരാമാഗ്നറ്റിക് ബിഹേവിയർ, അൺപെയ്ഡ് ഇലക്ട്രോൺ. പാരാമാഗ്നറ്റിക്കിന്റെ റീസൺ എന്തായിരുന്നു, അൺപെയ്ഡ് ഇലക്ട്രോൺ കേട്ടോ. ഓർത്ത് നോക്കുക, അപ്പൊ ട്രാൻസിഷൻ എലമെന്റ് generally exhibit in unpaired electron, so they exhibit paramagnetic behavior. അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇനി പാരാമാഗ്നറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്, ശരിക്കുള്ള പാരാമാഗ്നറ്റിക്കിന്റെ ഡെഫിനിഷൻ? ശരിയാ, മാഗ്നറ്റിക് ഫീൽഡ് ശരിയാ, വീക്ക്ലി അട്രാക്റ്റഡ്. എന്താണ്, വീക്ക്ലി അട്രാക്ട്, സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പാരാമാഗ്നറ്റിക്. ഫെറോ മാഗ്നറ്റിക് അപ്പൊ എന്താ, സബ്സ്റ്റൻസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അൺപെയ്ഡ് കൂടുമ്പോൾ അത് ഫെറോ മാഗ്നറ്റിക് ആയി മാറും. what do you mean ഡയാമാഗ്നറ്റിക്, വീക്ക്ലി റിപ്പൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. റിപ്പൽ ആണ് കേട്ടോ, വീക്ക്ലി റിപ്പൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. സബ്സ്റ്റൻസ് വീക്ക്ലി റിപ്പൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് റിഗാർഡഡ് ആസ് ആൻ എ ഡയാമാഗ്നറ്റിക്. ദെൻ ഓർത്ത് നോക്കുക, ഡയാമാഗ്നറ്റിക് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കാം, നോ അൺപെയ്ഡ് ഇലക്ട്രോൺ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് നോക്കുക. നെക്സ്റ്റ് അടുത്ത ഐശ്വര്യാണ്, എല്ലാവരും എഴുതണം കേട്ടോ, ഐശ്വര്യം എഴുതിക്കോ. കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്, കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മൊമെന്റ് ഓഫ് CO2 പ്ലസ്, calculate the spin only moment of CO2 plus by writing the electronic configuration of CO and CO2 plus. Write the electronic configuration of CO, cobalt ആണ്, CO and CO2 plus, CO and CO2 plus.
കഴിഞ്ഞു. എത്ര കിട്ടി മാഗ്നറ്റ്? 3.9. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റൈറ്റ്. അതെ എഴുത നിങ്ങളവിടെ എടുത്തെഴുത മടി പിടിക്കട്ടെ. കേട്ടോ എന്തായി? കിട്ടിയല്ലോ. ഓക്കെ എന്തായി? ഓക്കെ ഗുഡ്. കിട്ടി കേട്ടോ. സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി എല്ലാവർക്കും റൈറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? 3+ ഓൾറെഡി എഴുതി കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺ കൊബാൾട്ട് +3 എന്ന് പറയുമ്പോൾ +3 അല്ല +2 അല്ലേ? അല്ലേ? +2 വരുമ്പോൾ 3d7 3 അൺപെയ്ഡ് ആണ്. 3 അൺപെയ്ഡ് വന്നാൽ എന്തായിരുന്നു അല്ലേ? 3 ആകും. 3 × 5 അപ്പോൾ √15. √15 വന്നാൽ 3.9 കേട്ടോ. 3.9 3.87 ആണ്. 3.9 എഴുതിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു റൗണ്ട് ചെയ്തിട്ട് എഴുതാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഐശ്വര്യനോടല്ലേ ചോദിച്ചേ കേട്ടോ. ഓർത്തോക്ക് ലാസ്റ്റ് അവിടെ ചോദിക്കാം. ഒരാളും കൂടിയല്ലേ ഉള്ളൂ. അതൊന്നും എഴുതിക്കോ കേട്ടോ. ഓക്കെ അത് പറ്റി കുഴപ്പമില്ല. അത് ഷോക്കല്ലേ? ഓക്കെ കേട്ടോ. ഓക്കെ പെട്ടെന്ന് ഇത് തനിയെ കട്ടായതാ. ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. അടുത്ത എല്ലാവരും എഴുതണം. Mn2O3 is basic whereas Mn2O7 is acidic. Explain. Mn2O3 is basic whereas Mn2O7 is acidic. Explain. എല്ലാവരും എഴുതിക്കോ കേട്ടോ. ഓക്കെ Mn2O3 is basic, Mn2O7 is acidic. Explain. എന്തുകൊണ്ടായിരിക്കും? റീസൺ എന്താ? കണ്ടിട്ട് എന്താ വന്നേ? എന്തായിരുന്നു? ശരിയാ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്താൽ അസിഡിക് നേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് വരുന്നത്. ഒന്ന് എഴുതിക്കോട്ടോ. എൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് എഴുതിക്കോട്ടോ. ഓക്കെ അതിശയം എഴുതണം കേട്ടോ. ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ് ഒന്ന് എഴുതി വെക്കുക. ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം. നമ്മുടെ മെറ്റൽ ഓക്സൈഡ്സുകൾ ജനറലി ബേസിക് ആണ് അല്ലേ? നമുക്കറിയാം Na2O വെള്ളത്തിലിട്ട് എന്ത് കിട്ടും? NaOH ബേസിക് ആണ്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളെല്ലാം ബേസിക് നേച്ചർ ആയിരിക്കും. ദെൻ ആംഫോട്ടറിക് ഏതാ പഠിപ്പിച്ചേക്കുന്നത്? Al2O3 ZnO അതെല്ലാം ആംഫോട്ടറിക് ആണ്. ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക്. പക്ഷേ ഈ ബേസിറ്റി കുറയുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോഴാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അത് നല്ലൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് എഴുതാം. ഒന്ന് എഴുതിക്കും. ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ് ഡിക്രീസസ് and acidic nature increases with increases in oxidation state of the metal. With increases in oxidation state of the metal. Oxidation state of the metal. Full stop. Oxidation state of manganese in MnO2O3. Oxidation state of manganese in Mn2O3 is +3.
while WHILE, while in MnO2O7 is, while in MnO2O7 is +7, Mn2O7, while in Mn2O7 is +7. ഓക്കെ, അതാണ് ആൻസർ. ഇപ്പൊ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ പറഞ്ഞാൽ മതി നിങ്ങൾ. ട്രാൻസിഷൻ മെറ്റൽ ആൻഡ് ദെയർ കോമ്പൗണ്ട് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. വൈ? ഒറ്റ വേർഡാണ് ആൻസർ. കാറ്റലിസ്റ്റിന് റീസൺ എന്തായിരുന്നു? അപ്പൊ ഹെഡിങ്സ് പറയുമ്പോൾ ഹെഡിങ്ങിന്റെ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റും കിട്ടണം കേട്ടോ. കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റിന്റെ റീസൺ എന്തായിരുന്നു? കാറ്റലിസ്റ്റിന്റെ റീസൺ എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ് ആയിട്ടുള്ള 2 വേർഡാണ് എഴുതുന്നത്. പറഞ്ഞു. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ, ഓർത്തുക. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് മാംഗനീസ് ആണെങ്കിൽ മാംഗനീസ് +2 +3 +4 അല്ലെ, അങ്ങനെ വരും. അതാണ് കാറ്റലിസ്റ്റിന്റെ റീസൺ കേട്ടോ, ഓർത്തുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വന്നുകൊണ്ട് നമുക്ക് ആ എല്ലാ ടോപ്പിക്കുകളും ഓർത്തുക. കണ്ടന്റ് പ്രീപോസ് ആ ഓർഡറിൽ എന്ന് പറഞ്ഞേ ടോപ്പിക്സുകൾ. ഫസ്റ്റ് ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ എല്ലാവരും അത് അങ്ങനെ ചോദിക്കാം കേട്ടോ, ഓർത്തുക. എന്തായിരുന്നു? ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ, ഓർത്തുക. അങ്ങനെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന എന്തെങ്കിലും വേർഡ് കറക്റ്റ് ആയിട്ട് വരണം. ഇതിനോട് റിലേറ്റഡ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഹെഡിങ് ആയിട്ട് വരുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ 3 ഹെഡിങ്സുകളാണ് വരുന്നത്, 3 പോയിന്റുകളാണ് വരുന്നത്. എന്തൊക്കെയായിരുന്നു? ആറ്റമൈസേഷൻ എന്താൽപി, boiling point, melting point. All these are increases in middle region and then decreases. Exception manganese. Exception manganese. Manganese completely fill ആയതുകൊണ്ട് അവിടെ എക്സെപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും അത് ജനറൽ ആയിട്ട് ഇങ്ങനെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. റീസൺ എന്തായിരുന്നു? അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, മെറ്റാലിക് ബോണ്ട് സ്ട്രോങ്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. ഒന്നുകൂടി പറയാം. എന്തായിരുന്നു? അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. എന്ത് ഇൻക്രീസ് ചെയ്യും? മെറ്റാലിക് ബോണ്ട് ബിക്കം സ്ട്രോങ്. ദെയർഫോർ എന്ത് ഇൻക്രീസ് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും കേട്ടോ, ഓർത്തോക്കെ. ഇതുപോലെ ഇപ്പൊ പറയിപ്പിക്കോട്ടോ. ഓക്കെ, കാരണം എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ടോപ്പിക്ക്? ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ടോപ്പിക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടിയിലാണ് ഇപ്പൊ പറഞ്ഞത് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്, മെറ്റാലിക് ബോണ്ട് സ്ട്രോങ്. തേർഡ് ടോപ്പിക്ക് അയനൈസേഷൻ എന്താൽപി. ഡെഫിനിഷൻ അയനൈസേഷൻ എന്താൽപിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അത് എവിടെ പഠിപ്പിച്ചേക്കുന്നതാണ്? 11th പഠിപ്പിച്ചേക്കുന്നതാണ്. ഡെഫിനിഷൻ എന്തായിരുന്നു? the amount of energy required to remove electron from the outermost shell. അല്ലെ, outermost shell ഇന്ന് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദ outermost shell. അല്ലെ, ഓർത്ത് നോക്കുക. the amount of energy in എന്താണ് required to remove electron from the last electron. then second ionization എന്താൽപി? second last electron. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി വരുന്ന സമയത്ത്. ഇതിലെ ക്വസ്റ്റ്യൻ എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അയനൈസേഷൻ എന്താൽപി എന്നുള്ള ടോപ്പിക്കിൽ ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ മെയിൻ ആയിട്ട്. എന്തായിരുന്നു? പറഞ്ഞോ. എക്സെപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ കൂടി എളുപ്പം. സം എലമെന്റ്സ് അല്ലെ, വെരി ഗുഡ്. അതില് ഓർത്തു വെക്കേണ്ടത് ഇതാണ്. ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് അയനൈസേഷൻ എന്താൽപി ഇൻക്രീസസ്. ലെഫ്റ്റ് ടു റൈറ്റ് അയനൈസേഷൻ എന്താൽപി ഇൻക്രീസസ്. പക്ഷേ ക്രോമിയം ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപി ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി ജനറൽ ട്രെൻഡ്. ക്രോമിയത്തിന് എന്തുകൊണ്ടായിരിക്കും? ഇത് എവിടെ നോക്കിയേ, ക്രോമിയത്തിന് എസിൽ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 1 ഇലക്ട്രോൺ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. എസ് നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വരുന്നത് അല്ലെ, ഓർത്ത് നോക്കുക. അപ്പോ എന്തായിരിക്കും? ഇവിടെ 1 ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ലോവർ ആസ് കമ്പയർഡ് ടു ദി ജനറൽ ട്രെൻഡ്. കാരണം എന്താ? എസിൽ ആകെ 1 ഇലക്ട്രോൺ ഉള്ളൂ. അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ 2 ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണെങ്കിൽ അല്ലെ, ഒരാളെ പിടിച്ചുകൊണ്ട് പോകില്ല. പിടിക്കാൻ പറ്റുമോ? മറ്റേ ആള് അല്ലെ ഒപ്പോസ് ചെയ്യും എന്നുള്ള രീതിയിൽ പോകും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെ ഒരുമിച്ച് ഒക്കെ പോകും അല്ലെ. ഓക്കെ, ഓർത്ത് വെക്കാം. ഫോറസ്റ്റിലേക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ പറഞ്ഞാൽ നമ്മൾ അല്ലെ ഒത്തിരി പേടിക്കും. അതേ സമയത്ത് 2 or 3 അല്ലെ ഒരു ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ ധൈര്യം വരും. വെറുതെ വെച്ചുണ്ടാക്കും. എന്താ? കാരണം നമുക്കൊരു സ്ട്രെങ്ത് ആണ് അല്ലെ. ഓക്കെ, ആ രീതിയിലൊക്കെ വരും. ഓക്കെ, അപ്പോ ആ രീതിയിലൊക്കെ വരും. അപ്പൊ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം അല്ലെ, ഇങ്ങനെ പറയാ,
അപ്പോൾ എന്താണ് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ പേഡാണ്. പേഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? എനർജി കൂടും അവിടെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ഹൈ ആണ്. വാട്ട് ഇസ് ദ റീസൺ? സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയായിരുന്നു? ഡി എന്നാണ്. കംപ്ലീറ്റ്ലി ഹാഫിലാണത് അല്ലെ. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയിലാണ് ഇവിടെ. ബാക്കി ആൾക്കാർക്കൊക്കെ നോക്കി എവിടെയാ സെക്കൻഡ് ഇലക്ട്രോൺ? എസ് സി തന്നെയല്ലേ? എസ് സി തന്നെയല്ലേ? ഓർത്ത് നോക്കുക. ഡി എന്ന് പറയുമ്പോൾ എനർജി ലെവൽ എന്താ? കൂടുതലാണ്. അപ്പോ എന്താണ്? ഹൈ എമൗണ്ട് ഓഫ് എനർജി വരും. അതും സ്റ്റേബിളും ആണ് അല്ലെ. അപ്പൊ അതും കൂടി പറയാം നമുക്ക്. എന്താണ്? സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ എ ഹൈ എനർജി 3d5 ഓർബിറ്റൽ ബ്രാക്കറ്റിൽ കംപ്ലീറ്റ്ലി അൺപെയർഡ് സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. സോ എന്താണ്? സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് chromium and copper comparatively high. First ionization enthalpy of chromium and copper low. Second ionization enthalpy of chromium and copper high. ആ ടോപ്പിക്കിന് നിങ്ങൾക്ക് ചാൻസ് ഉള്ളത് അതാണ്. അല്ലെങ്കിൽ പിന്നെ ജനറൽ ആയിട്ട് ചോദിക്കും. എന്താ ജനറൽ ആയിട്ട് ചോദിക്കുന്നത്? ടൈറ്റാനിയം ആൻഡ് വനേഡിയം വിച്ച് ഈസ് മോർ അയണൈസേഷൻ എൻതാൽപ്പി ഏതായിരിക്കും? ടൈറ്റാനിയം ആൻഡ് വനേഡിയം. കാരണം എന്താ? ലെഫ്റ്റ് റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. പക്ഷെ എക്സെപ്ഷൻ വരുന്നത് ക്രോമിയം ആണ്. ക്രോമിയം ആൻഡ് വനേഡിയം അങ്ങനെ ചോദിച്ചാൽ അപ്പൊ തന്നെ എന്ത് പറയണം? വനേഡിയം. കണ്ടോ? ഓർത്തോ. ക്രോമിയം ആൻഡ് വനേഡിയം എക്സെപ്ഷൻ അല്ലേ? ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കുക. അപ്പൊ എക്സെപ്ഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കുക. എക്സെപ്ഷൻ വരികയാണെങ്കിൽ ക്രോമിയം വന്നാ കേട്ടോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയണത് അതുകൊണ്ടാണ്. അങ്ങനെ ക്ലിയർ ചെയ്യണം. തേർഡ് ടോപ്പിക് എന്താ? തേർഡ് അല്ലേ ഇപ്പൊ പറഞ്ഞത് അല്ലെ? ഇതാണ് തേർഡ്. ഫോർത്ത് ട്രെൻഡ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെ. ട്രെൻഡ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2 പോയിന്റ് എഴുതിയിട്ടുള്ളൂ. എന്താ അല്ല പറഞ്ഞു കൊടുത്തത്? ട്രെൻഡ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കോപ്പർ പോസിറ്റീവ് ആയിരിക്കും. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ എന്താ? പോസിറ്റീവ് ആയിരിക്കും. ജനറലി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ് കേട്ടോ. ഇവിടെ നിന്ന് ലോവറിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പൊ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണ സമയത്ത് നോർമലി അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഈ കോപ്പർ എന്താവും? പോസിറ്റീവ് ആകും. പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. പക്ഷെ അവിടെ രണ്ടാമത് പോയിന്റ് എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഗീവ് റീസൺ ആയിട്ട് ചോദിച്ചാൽ ആ പോയിന്റ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഇനി ഒരു ചോദ്യം ഇതാണ്. കോപ്പറിന് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എക്സ്പ്ലെയിൻ. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? കോപ്പർ എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ. അല്ലെങ്കിൽ ഒരു വാല്യൂ ഒക്കെ തരും. ഇനി അല്ലെങ്കിൽ അവന്മാർ അയൺ എടുക്കും അല്ലെങ്കിൽ മാംഗനീസ് എടുക്കും. എന്നിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരും. എന്നിട്ട് അവർ ചോദിക്കും എക്സ്പ്ലെയിൻ വാട്ട് ഇസ് റീസൺ ഫോർ ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ റിയാക്ടിവിറ്റി വെച്ച് ചോദിക്കും. അപ്പോൾ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഒരു വേർഡ് ഉണ്ടെന്ന് പറഞ്ഞു. റിയാക്ടിവിറ്റിയിലും ഇതിലും കോമൺ ആയിട്ടുള്ള ഒരു വേർഡ്, ഒറ്റ ലൈനാണ്. ആ വേർഡ് തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ തിയററ്റിക്കൽ റീസൺ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരു വാല്യൂ കിട്ടുമല്ലോ നിങ്ങൾക്ക് അല്ലെ. അത് എവിടെ പഠിച്ചു? ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചു. ഇലക്ട്രോ കെമിസ്ട്രിയിലെ SH നമ്മൾ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോഡ് എടുത്ത് വെക്കും. എന്നിട്ട് സിങ്ക് എടുത്ത് വെക്കും. എന്നിട്ട് അല്ലെ അത് ചെക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാല്യൂ ഒക്കെ കണ്ടെത്തുന്നത്. പക്ഷെ അതിന്റെ തിയററ്റിക്കൽ റീസൺ എന്താണ്? കണ്ട അവിടെ കിട്ടി. സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. എന്തായിരുന്നു? സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അതിനോടൊപ്പം തന്നെ വേറൊരു ക്വസ്റ്റിന്റെ ആൻസർ കൂടി പറഞ്ഞു. ഡിയില് കോപ്പർ എക്സിബിറ്റ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സ്പ്ലെയിൻ. അതാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി വരുന്ന ആ വേർഡ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ആ വേർഡ് പഠിച്ച എവിടെയെങ്കിലും ഒക്കെ നമുക്ക് മൈൻഡിലേക്ക് വരും. ഓർത്ത് നോക്കുക. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ കോപ്പർ എന്നല്ല, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഏത് ചോദിച്ചാലും അതിന്റെ ആൻസർ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. അത് നിങ്ങൾ ഓർത്തു നോക്കുക. 2 സ്ഥലത്തായിട്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ വേർഡ് എന്തിനിങ്ങനെ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തേ പഠിക്കാവൂ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതിന് കറക്റ്റ് വേർഡ് ഒരു വേർഡാണ് ഓരോ ടോപ്പിക്കിന് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ നോട്ട് തന്നാൽ അതുകൊണ്ടാണ്. ഞാൻ ഇവിടുത്തെ നോട്ട് തന്നെ സമയത്ത് ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ടാവില്ല. വേർഡ് മാത്രമേ വന്നിട്ടുള്ളൂ. സ്റ്റേറ്റ്മെന്റ് പോലും ആക്കുന്നില്ല. കാരണം ആ വേർഡ് കീ ആണത്. അത് വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. അത് വെച്ചിട്ട് പിന്നെ കഥയൊക്കെ എഴുതാൻ പഠിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഈ ഇതല്ല കേട്ടോ, 12th കാര്യമല്ല. ഇത് കഴിഞ്ഞിട്ട് എന്തോ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ CA വേറെ ഏത് ഫീൽഡിലേക്ക് പോയാലും അത് വാസ്റ്റ് ആയിരിക്കും. വാസ്റ്റ് ആകുമ്പോൾ എന്ത് പറ്റും? അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരാൾ മെഡിസിന് പോയി എന്ന് വരുന്നു. മെഡിസിന് പോയാൽ എന്ത് ചെയ്യും? ജനറലി MBBS. പിന്നെന്ത് ചെയ്യും? MBBSോട് തീർന്നോ? പിന്നെന്താ? എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്? കണ്ടമാനം റീജിയൻ ഉണ്ട്. ഇപ്പോൾ ഓരോ വർഷം കൂടുകയല്ലേ അല്ലെ? ഓരോ വർഷവും കൂടുകയാണ് ആക്ച്വലി. അതിന്റെ അഡ്വാൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉള്ളതാണ്. ഡയബറ്റിക്സിന് മാത്രമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട് നമ്മുടെ നിയർ ബൈ ആയിട്ട്. അറിയാലോ?
ഡയബറ്റിക്സിന് മാത്രമായിട്ട് 4 നിലയുള്ള ഒരു അപ്പോൾ ആ ഒരു ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതായി മനസ്സിലായി. ആ ഒരു കാറ്റഗറൈസേഷനെ സ്പെഷ്യലൈസ് ചെയ്ത് ആ രീതിയിൽ കൊണ്ടുപോകാണ്. അപ്പോൾ അത്രയ്ക്ക് എന്താണ് ബ്രാഞ്ച് പോകും. അപ്പോൾ അതിൽ വലിയ റീജിയൻ ഉണ്ടാവും. അപ്പോൾ വാസ്റ്റ് ആവുമ്പോൾ അങ്ങനെ എന്ത് വാസ്റ്റ് ആയി കഴിഞ്ഞാലും അതിന്റെ മെയിൻ കീൻ പോയിന്റുകൾ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ഓർത്തോ ഇവിടെ ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ അത് കണ്ടോ ഇങ്ങനെയൊക്കെ എഴുതി. ഇത് കണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നിന്നാണ് ആക്ച്വലി ജനറൽ ഇൻക്രീസസ് ഇൻ ദി സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി കണ്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ഇവിടുന്ന് ഈ വരുന്ന ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വാല്യൂ അക്രോസ് ദ സീരീസ് ഈസ് റിലേറ്റഡ് ടു കണ്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വാല്യൂ റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഒന്ന് വായിച്ചു നോക്കിയേ. സം ഓഫ് കണ്ടോ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി. അതാണ് തിയറട്ടിക്കൽ റീസൺ. ഇലക്ട്രോൺ പൊട്ടൻഷ്യലിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് വേരിയേഷൻ ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് ഓർത്ത് വെക്കുക. ഈ വേർഡ് വേറെ എവിടെ കിടപ്പുണ്ടെന്ന് നോക്കിയേ. ഇത് കണ്ടോ ഓർത്ത് നോക്കുക. ഈ വേർഡ് ഇവിടെയാണ് പിടിച്ചേക്കുന്നത്. ഈ പേജ് ഇങ്ങനെ മറയ്ക്കുക. മറച്ചു കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നോക്കിയേ. ഇത് കണ്ടോ കെമിക്കൽ റിയാക്ടിവിറ്റി. ഇവിടെയും ഈ വേർഡ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വരും കണ്ടോ. ജനറൽ ട്രെൻഡ് ടുവേഴ്സ് ലെസ് ഇലക്ട്രോൺ റിലേറ്റഡ് ടു ദ ഇൻക്രീസ് ഇൻ ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി. ആ വേർഡ് ഒന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കണ്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപിയുടെയും സെക്കൻഡ് അയണൈസേഷൻ എന്താൽപിയുടെയും റിലേറ്റഡ് ആണ്. ഇതുപോലെ നിങ്ങൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇങ്ങനെ ഓരോന്നിനും കറക്റ്റ് ആയിട്ട് എടുത്തു പോകണം കേട്ടോ. ഓക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞേക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഈ വേർഡ് എടുത്തേക്കുന്നത്. അൺപെയർഡ് ഇലക്ട്രോൺ പെർ ഡി ഓർബിറ്റൽ ഫേവറബിൾ ഫോർ ദ സ്ട്രോങ് ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഉണ്ടോ. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ് ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. അത് കഴിഞ്ഞിട്ട് അവർ ഇത് കണ്ടോ സ്ട്രോങ് റിസൾട്ടിങ് ബോണ്ടിങ്. ആ ബോണ്ട് എന്തായിരുന്നു എന്റെ തൊട്ട് താഴെ കുറച്ച് കഴിയുമ്പോൾ മെറ്റാലിക് ബോണ്ട് ഉണ്ടോ ഓർത്ത് നോക്കുക. അപ്പൊ എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ് ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ് സ്ട്രോങ്ങർ മെറ്റാലിക് ബോണ്ട് കേട്ടോ. ഓക്കെ അഡീഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേക്കട്ടെ. ഓക്കെ മോനെ ഇത് ഇവിടെ നോക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞ ടോപ്പിക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോ ഇത് ഇതവിടെ നോക്കട്ടോ മോനെ. ഇത് കണ്ടോ ഈ പേജ് കാണാൻ പറ്റുമല്ലോ മോനെ. ഉണ്ടോ ഓർത്ത് നോക്കാം. അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അറിയാം ഉണ്ടോ ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ. ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ഈ പാരഗ്രാഫിന്റെ തൊട്ട് താഴെയുണ്ട് കേട്ടോ. ഓക്കെ അടുത്ത പേജിലും ഉണ്ട് റിയാക്ടിവിറ്റി. അവിടെയും ഈ വേർഡ് ഉണ്ട്. വേർഡ് കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കണം. ഇപ്പൊ എത്ര ടോപ്പിക് ആയിരുന്നു കൊണ്ടുപോയി. ഫസ്റ്റ് എന്തായിരുന്നു ഫസ്റ്റ് ടോപ്പിക് ട്രാൻസിഷൻ എലമെന്റ്. ഡെഫിനേഷൻ കിട്ടുമോ ഒരു പോയിന്റ്. ഓക്കെ അല്ലെ. അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. ആ ടോപ്പിക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻ അല്ലാതെ ഇന്ന് ഡിസ്കസ് ചെയ്തു. സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ്, സിങ്ക് ഈസ് നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു AG4D10 റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. ആ ടോപ്പിക് മാറ്റി വെക്കുക. ദെൻ സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതിലെന്തായിരുന്നു അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ് ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ് മെറ്റാലിക് ബോണ്ട് സ്ട്രോങ്. ടോപ്പിക് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കയറ്റണം. ഇനി അടുത്ത ഗെയിം അതാ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ കയറണം. അങ്ങനെ ആയി കഴിയുമ്പോൾ അടുത്ത ലെവലായി. ദെൻ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാക്സിമം ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാത്ത ക്വസ്റ്റ്യൻ വെറൈറ്റി ക്വസ്റ്റ്യൻസ് പലരും പറയിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു പിക്കുലർ ആയിട്ടുള്ള റീസൺ ഉള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് അയാൾ കിട്ടി. അത് അതിലൂടെ അറ്റാച്ച് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കാത്തതും അടുത്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒക്കുലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. എന്താ ഒക്കുലേഷൻ കേട്ടോ? ഇല്ല. ഇതിന് മുമ്പത്തെ ചാപ്റ്റർ ഇതൊക്കെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു ഒരു ടൈമിൽ. ഇപ്പൊ നിങ്ങൾക്ക് എന്തായി ഡിലീറ്റഡ് ആയി പോയി ആ പോർഷൻ. അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് 11th പഠിച്ചത് ഇവിടെ കയറ്റി വരും. 11th നിങ്ങൾക്ക് 12th ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നതാണ് സർഫസ് കെമിസ്ട്രി. അഡ്സോപ്ഷൻ സോപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്സോപ്ഷൻ ആൻഡ് അബ്സോപ്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് സോപ്ഷൻ എന്നൊക്കെയാണ്. അപ്പൊ ആ ചാപ്റ്റർ ഈ ചാപ്റ്റർ കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരെണ്ണം വരുന്നത് കേട്ടോ. ഓക്കെ അത് ഡിലീറ്റഡ് ആയി പോയി, വിഷമിക്കേണ്ട അല്ലെ. എന്ത് ചെയ്യാം അല്ലെങ്കിൽ കുറെ പഠിക്കേണ്ടി വന്നാണ്. ഓക്കെ കേട്ടോ ഓർത്ത് നോക്കാം. ശരിക്കും 12th എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു കെമിസ്ട്രി? 16 6 ചാപ്റ്റർ കളഞ്ഞു. ജനറൽ പ്രിൻസിപ്പിൾ ആൻഡ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്, മെറ്റലർജി, സർഫസ് കെമിസ്ട്രി, പി ബ്ലോക്ക്. അതിൽ ഏറ്റവും വലിയ ഇത് പി ബ്ലോക്ക് ആയിരുന്നു, ഏറ്റവും ടഫസ്റ്റ്. പി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു റീജിയൻ ആയിരുന്നു. അതങ്ങ് പോയി. എല്ലാ വർഷവും അതായിരുന്നു ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ പി ബ്ലോക്കിലെല്ലാം കാണാതെ പഠിക്കണമായിരുന്നു. ഏകദേശം ഒരു 149 ഇക്വേഷൻസ്, യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു ബാലൻസ് ചെയ്യുമ്പോൾ 48 HNO3 വരും. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ പോയാൽ എത്ര ടൈം അറിയേണ്ടി വരും നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഒരു സ്റ്റെപ്പിൽ ബാലൻസ് ചെയ്യും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത്രയല്ലേ പഠിപ്പിച്ചുള്ളൂ. ഒരു 6 സ്റ്റെപ്പാക്കി രസമാവില്ലേ എന്നാൽ മാത്രം അത്. അപ്പോൾ ബാലൻസിങ് തന്നെ കാണാതെ പഠിക്കേണ്ടി വരും. മനസ്സിലായി? ആ ചാപ്റ്ററൊക്കെ എന്തായി? ഡിലീറ്റഡ് ആയി പോയി കേട്ടോ. ഓർത്തൊക്കെ വിഷമിക്കേണ്ട. എൻട്രൻസ് പഠിക്കുമ്പോൾ അതൊക്കെ തരും കേട്ടോ അല്ലേ. അവിടെ നിന്നൊക്കെ ഷെഡ്യൂളിൽ കുറച്ചുണ്ട് അത്. അപ്പോൾ
ഓർത്ത് വെക്കാം. അങ്ങനെ മിക്സ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഇതില്. അപ്പൊ എന്നാലും അല്ലേ നിങ്ങൾക്ക് പഠിക്കുന്നതിൽ ഒരു എക്സ്ട്രാ ഒക്കെ ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ വരാം. ഇത് കഴിഞ്ഞ അടുത്ത എന്തായിരുന്നു? ഇലക്ട്രോ പൊട്ടൻഷ്യൽ കഴിഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിപ്പോ പറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഓർഡറിൽ ഏറ്റവും ഹയസ്റ്റ് ഏതായിരുന്നു? പ്രണവ് പറഞ്ഞു, മാംഗനീസ്. കണ്ടോ, ഓർത്ത് നോക്കാം. ഏറ്റവും ലോവസ്റ്റ് ആരായിരുന്നു? അല്ല, ലോവസ്റ്റ് വേരിയബിൾ അല്ല ഞാൻ ചോദിച്ചത്. ലോവസ്റ്റ് കോപ്പർ. കോപ്പർ ഫാമിലി +1 വന്നത് കണ്ടോ, ഒന്ന് മാറ്റി പിടിച്ചാണ്. ഇനി ഇതിൽ തന്നെ ഏറ്റവും സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് സ്കാൻഡിയം. കണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവിടെയുള്ളൂ. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആരെങ്കിലും പഠിച്ച ആൾക്കാരൊന്ന് പറയാം. ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ബെസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇത് അതിന്റെ ജനറൽ കാര്യമില്ല അല്ലെ, വലിയ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. അല്ലാതെ നമ്മൾ ആ 2 ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. പറ കേട്ടോ, കണ്ടോ കിട്ടി. ഓക്സോ ആനിയോൺ പറഞ്ഞോ, ശരിയാ. ആ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറഞ്ഞു. എന്റെ പേനയുണ്ടോ എഴുതുന്നു? അവിടെ എടുത്ത് വെച്ചോ. ഒരു ബ്ലാക്ക് കളറിൽ ഇല്ല. ഓക്കെ, താങ്ക് യു. ആണോ, ജ്യോതിഷ് പറഞ്ഞു ഓക്സോ ആനയോൺ അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പറഞ്ഞു, നമ്മൾ ഇന്ന് ചെയ്താണത് അല്ലെ. ഓക്കെ, അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് അത് ഈ ഫ്ലൂറിനും ഇതും ഇവർ ചോദിച്ചത് സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആ ടോപ്പിക്കിൽ വരുന്നതാണ് ചോദിക്കുന്ന ഇത് അല്ലേ. അതായിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഫ്ലൂറിന് MnF4 ഉള്ളൂ, Mn2O7 ഉണ്ട്. അതൊരു ചോദ്യമാണ്. അത് സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ ഇല്ല. അല്ലാതെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഹെഡിങ് നിങ്ങൾ എടുക്കൂലേ, അതിലെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫാണ്. അത് തന്നെ കിട്ടി. കണ്ടോ, ഇവിടെ ഒരാൾക്കെങ്കിലും കിട്ടി. ഇതാണ് ട്രാൻസിഷൻ എലമെന്റ് എക്സിബിറ്റ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് is possible. If it possible, write the compound. ഇതാണ് ചോദ്യം. 0 ഓക്സിഡേഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ഇവിടെ 0 എന്ന് എഴുതിയിട്ടുണ്ടോ? പിന്നെ എന്താണ് 0? പോസിബിൾ ഓർ നോട്ട്? പോസിബിൾ ആണ്. ഏതിനാണ്? ശരിയാ, പറഞ്ഞോ. CO എന്തായിരുന്നു? CO കാർബൺ മോണോക്സൈഡ്. മെറ്റൽ കാർബോണിയൽ. മെറ്റൽ കാർബോണിയൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചു അല്ലെ. കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചു. അപ്പൊ ഇതിൽ ഏത് ട്രാൻസിഷൻ എലമെന്റ് കൊടുക്കാം? Mn ഉണ്ടോ? CO4 ടൈം. ഇത് ഓർമ്മയുണ്ടോ? കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ലാസ്റ്റ് ടോപ്പിക്കിന്റെ പേരാണ് മെറ്റൽ കാർബോണിയൽ. ഇവിടെ അതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 0. എത്രയാ വരിക? 0. മെറ്റൽ കാർബോണിയൽ എന്താ വരുന്നത്? മെറ്റൽ കാർബോണിയൽ കോമ്പൗണ്ട് എക്സിബിറ്റ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇതിൽ ഏത് എലമെന്റ് എടുത്താലും അത് CO ആയിട്ട്, CO എന്ന് പറഞ്ഞാൽ കാർബോണിയൽ ആണ്, കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മെറ്റൽ കാർബോണിയൽ എക്സിബിറ്റ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എക്സാമ്പിൾ MnCO4. വേറെ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓർത്തോ, നിങ്ങൾക്ക് അയൺ എഴുതാം, FeCO6 വല്ല എഴുതി വെച്ചോ, CO6 ടൈം ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിനൊക്കെ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. അത് വരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഈ ടോപ്പിക്കിലെ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ? വെറൈറ്റി ക്വസ്റ്റ്യൻ കേട്ടോ. വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ നോട്ട് നോക്കണം കേട്ടോ നല്ല വെച്ചായിട്ട്. MOO3 WO3 which is more stable and explain. MOO3 WO3 ഇത് രണ്ടും എന്ത് ഫാമിലിയാ? അതിന് വേണ്ടി മാത്രമാണ് ഇത് ഈ ഫാമിലി എഴുതിയേക്കുന്നത് കണ്ടോ. MOO3 WO3 എക്സ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്കും എത്ര കിട്ടും? +7 അല്ലേ. +6 ഉണ്ടോ. എക്സ് ഇട്ട് കഴിഞ്ഞാൽ എക്സ് -2 × 3 അല്ലെ. അപ്പൊ +6 കിട്ടും. ഇതിനും W-നും. അപ്പൊ മോളിബ്ഡിനും W ഒരേ ഫാമിലിയാണ്. രണ്ടുപേർക്കും +6 ആണ്. വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ? WO3. എന്തായിരുന്നു? WO3. റീസൺ എന്താണ്? ഒരു വേർഡ് ആണ് റീസൺ. അല്ല അതല്ല, ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് വരുന്നത്. ഇനേർട്ട് പെയർ എഫക്ട്. ഇൻവേർട്ട് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞേ. ഇൻവേർട്ട് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്. ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് 11th P ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വന്നേക്കുന്നതാണ്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് എവിടെ എഴുതി വെച്ചേക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ബുക്കിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇനേർട്ട് പെയർ എഫക്റ്റിന്റെ മീനിങ് ഇതാണ്.
അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്, റിലക്റ്റൻസ് ഓഫ് എസ് ഓർബിറ്റൽ ടേക്ക് പാർട്ട് ഇൻ എ ബോണ്ട് ഫോർമേഷൻ ഈസ് നോൺ ആസ് ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞ് റിലക്റ്റൻസ് ഓഫ് എസ് ഓർബിറ്റൽ ടേക്ക് പാർട്ട് ഇൻ എ ബോണ്ട് ഫോർമേഷൻ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേ, റിലക്റ്റൻസ് ഓഫ് എസ് ഓർബിറ്റൽ ടേക്ക് പാർട്ട് ഇൻ എ ബോണ്ട് ഫോർമേഷൻ. റിലക്റ്റൻസ് ഓഫ് എസ് ഓർബിറ്റൽ ടേക്ക് പാർട്ട് ഇൻ എ ബോണ്ട് ഫോർമേഷൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ, ഇവര് ആരായിരുന്നു? ഇത് കണ്ടോ, എസ് D5 അല്ലെ, ഈ എസ് ഇല്ലേ അല്ലെ, എസ് ഇലക്ട്രോൺ ഉണ്ട്. ഇത് താഴേക്ക് വരുമ്പോൾ ജനറലി എസ് ഓർബിറ്റൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ജനറലി ബോണ്ടിങ്ങിൽ എന്ത് ചെയ്യില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഇപ്പൊ ഫിലിപ്പോസ് ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ പറയാണ് ഒരു സിനിമക്ക് പോവാം എന്ന് പറഞ്ഞു, സിനിമ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ദേഷ്യമാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അല്ലെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു അല്ലെ, ഓർത്ത് നോക്കാം. ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ് അല്ലെ, കഴിപ്പിച്ച അയാൾക്ക് വിഷമവും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതാണ് ഇനേർട്ട് പെയർ എഫക്ട്. അപ്പൊ എസ് ഓർബിറ്റൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഓക്കെ, ഡൗൺ ദ ഗ്രൂപ്പ്, അതാണ് ജനറൽ ട്രെൻഡ്. പക്ഷെ ഇത് ഈ ഡി ബ്ലോക്കിന് അത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ, അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റൻ ആണ് ആക്ച്വലി. അധികം പ്രാവശ്യം വന്നിട്ടില്ല എങ്കിൽ പോലും പണ്ട്, ഇപ്പോഴല്ല, ഇതിനും ഒരു 8 years ബാക്ക് ഒക്കെ അത് ഭയങ്കര റിലവൻസ് ആയിട്ട് ഇതിന്റെ പല ഫോമിലും ചോദിക്കുമായിരുന്നു. പിയും ഡിയും ഉണ്ടാവുന്ന കാലത്ത് പിയും ഡിയും കൂടി മിക്സ് ചെയ്തൊക്കെ ചോദിക്കുമായിരുന്നു. ഇനി ഇത് കണ്ടോ, ഇതാണ് ഈ ചോദ്യം കേട്ടോ, ഓർത്തോക്കെ. ഇവിടെ നോക്കിയേ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇപ്പൊ പറഞ്ഞത്. അതിന് തൊട്ട് മുമ്പത്തെ പാരഗ്രാഫില് ഇതുണ്ട്, ഇത് കണ്ടോ, MOO3 ആൻഡ് WO3 ആർ നോട്ട്. ഇവിടെ ഒന്ന് വായിച്ചേ, ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്ട്. ഇതിന് അതുണ്ട്. ദ ഓപ്പോസിറ്റ് ഈസ് ട്രൂ ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ഡി ബ്ലോക്ക്. ഇനേർട്ട് പെയർ എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് അതാണ് എന്താണ് ഡി ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞ എസ് ഓർബിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നാണ്. ഡി ഓർബിറ്റിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്, അതാണ് ഒറ്റ വേർഡ്. ഒന്ന് പറഞ്ഞേ, ഓപ്പോസിറ്റ് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് അറിയാം അത് അത്രയ്ക്ക് സയന്റിഫിക് ടേം ആണ്, ആക്യുറേറ്റ് ആണ്. ഓർത്ത് നോക്കുക, അതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ്. വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒന്ന് വായിച്ചു നോക്കി അറിയാം കേട്ടോ. ഓക്കെ, അപ്പോ 6 ആണ്. ഈ ഇത്രയും കാര്യം ഒരു പാരഗ്രാഫ് ആയിട്ടാണ് പറയണേ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഈ പാരഗ്രാഫിൽ നിന്ന് വരുന്ന ക്വസ്റ്റിന്റെ പാറ്റേൺ ഒന്ന് ഓർത്ത് നോക്കുക. ക്വസ്റ്റിന്റെ പാറ്റേൺ മനസ്സിലായില്ലേ? MO3 WO3 വിച്ച് ഈസ് മോർ സ്റ്റേബിൾ. അത് ആദ്യം പറയാ, ഏതാ? WO3. റീസൺ എന്താ പറയേ? ഓപ്പോസിറ്റ് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്. ഓപ്പോസിറ്റ് ഓഫ് ഇനേർട്ട് പെയർ എഫക്ട്. ഇനേർട്ട് പെയർ എഫക്ട് എന്താ? റിലക്റ്റൻസ് ഓഫ് എസ് ഓർബിറ്റൽ ടേക്ക് പാർട്ട് ഇൻ എ ബോണ്ട് ഫോർമേഷൻ. അപ്പോ ഡൗൺ ദ ഗ്രൂപ്പിൽ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഡീല്. അതാണ് ഈ ആ പാരഗ്രാഫും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്തൊരു ടോപ്പിക് കൂടി ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് വിട്ടേക്കാം. എന്തായിരുന്നു അടുത്ത ഹെഡിങ്? സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ബെസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒന്ന് അയാൾ പറഞ്ഞ ക്വസ്റ്റൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡി ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് 15 years ചോദിച്ച ടോപ്പിക് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ ടോപ്പിക് വരാം. എന്താണ്? കോപ്പർ. കോപ്പർ +1 കോമ്പൗണ്ട് ആൻഡ് കോപ്പർ +2 കോമ്പൗണ്ട് വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ? കോപ്പർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് SC എന്ന് പറഞ്ഞാൽ പോയി D10 കിട്ടണം, കംപ്ലീറ്റ് സ്റ്റേബിൾ ആവും അല്ലെ? ഓക്കെ, പക്ഷെ കോപ്പർ +1 അല്ല, കോപ്പർ +2 ആണ് സ്റ്റേബിൾ. വൈ? കോപ്പർ +2 സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു കോപ്പർ +1. കണ്ടു കഴിഞ്ഞാൽ +1 ആണെന്ന് തോന്നും, പക്ഷെ ഏതാ സ്റ്റേബിൾ? കോപ്പർ +2. അതിന്റെ റീസൺ എഴുതി വെക്കുക. കോപ്പർ +1 അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞേ, അത് പറഞ്ഞിട്ട് വിട്ടേക്കാം. കോപ്പർ +1 കോപ്പർ +1 അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിന് മുകളിലുള്ള സ്റ്റേറ്റ്മെന്റും കൂടി പഠിച്ചേക്കണം. ഇത് പഠിക്കണം കേട്ടോ. CU ഇവിടെ 2 ഇടും, CU 2 + CU. ഇവിടെ നോക്കിയേ, ഇവിടെ +1 +2 ആയാൽ എന്താണ്? ഓക്സിഡേഷൻ. ഇവിടെ കോപ്പർ +1 0 ആയാൽ, +1 നിന്ന് 0 ആയാൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യും? കുറയും. കുറഞ്ഞാൽ അതെന്താ? റിഡക്ഷൻ. ഓർത്ത് നോക്കുക, ഓക്സിഡേഷനും റിഡക്ഷനും ഒരു എലമെന്റിന് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതാണ് ഈ ഡിയില് ഏറ്റവും കൂടുതൽ 15 years ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക് ആണ് ആക്ച്വലി. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക, പല രീതിയിൽ ചോദിക്കാറുണ്ട്. അതില് ഒരു സ്റ്റേറ്റ്മെന്റ് ആൻസർ ഇതാണ് ആക്ച്വലി, ഇതിലേക്ക് വരും കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു കോമ്പൗണ്ട് ഒക്കെ ആയിട്ടായിരിക്കും. AgI2 വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ? ഇങ്ങനെയാ ചോദ്യം. AgI2 വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ ഇൻ അക്വ സൊല്യൂഷൻ? AgI and AgI2 which is more stable and why? AgI2 കണ്ടോ, ഓർത്ത് നോക്കുക, +2 ആണ്. ഇതാണ് മോർ സ്റ്റേബിൾ. ആരെക്കാളും ഇതിനേക്കാളും. ഇത് എന്ത് പറ്റും? ഇത് വന്ന അപ്പൊ തന്നെ ഡിസ്പ്രൊപ്പോർഷനായിട്ട് മാറും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ ക്ലിയർ ആയിട്ട് വരും. രണ്ടാമത്തെ വേർഡ് അയാൾ നേരത്തെ പറഞ്ഞ വേർഡാണ്, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഹയർ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കേട്ടോ, ഓർത്ത് നോക്കുക. എന്താണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി? വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ലേ, അതുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്നതാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കേട്ടോ. ഓക്കെ, ഇത്ര എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക,
പറഞ്ഞ ആൾക്കാർ കേട്ടോ ഓർത്ത് നോക്കുക. ബിലാൽ പറഞ്ഞു, പ്രണവ്, ജ്യോതിഷ്, ഇത്രയും ഫിലിപ്പോസ് പറഞ്ഞു. ഇത്രയും ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ടോപ്പിക് ഓർഡറിൽ പറഞ്ഞ ആൾക്കാരാണ്. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ ഓർത്ത് നോക്കുക. എല്ലാവരും ഓരോന്നായിട്ട് ഇടാം. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം കേട്ടോ ഓർത്ത് നോക്കുക. അതിന്റെ ലെങ്ത് നോക്കിയിട്ടാണ് അയക്കാന്ന് കരുതിയിട്ടാ. അപ്പോൾ ആ സേവ് ചെയ്തിട്ട് ഇടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യണം. മനസ്സിലായി? ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കുക. ഓരോരുത്തരും ഓരോ ചാപ്റ്റർ ആയിട്ട് ഫില്ല് ചെയ്ത് പറയണം കേട്ടോ. ഇപ്പൊ ഈ ടോപ്പിക് മനസ്സിലായില്ലേ? ഓക്സിജൻ സ്റ്റേറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ. അങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് അറിയാത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. എന്നിട്ട് ടോപ്പ് ക്വസ്റ്റിനേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നാൽ നിങ്ങളൊരു ക്രിയേറ്റർ ആവും. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടഫ്നെസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. എന്ത് ചോദ്യം വന്നാലും നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ് റൈറ്റ് ആയിരിക്കും. പേടി ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ഏത് ടൈപ്പ് വന്നാലും കാറ്റഗറൈസേഷൻ ചെയ്ത് പഠിക്കാൻ തരും. അങ്ങനെ വന്നാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിലാക്കാം. ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ കേട്ടോ. നന്നായിട്ട് പഠിച്ചാൽ മതി. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.